പക്ഷെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഏത് രൂപത്തിലാണ് എക്സാമിന് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ആ രൂപത്തിൽ പഠിക്കുമ്പോഴാണ് നമുക്ക് ഒന്നുകൂടി ഫ്രൂട്ട്ഫുൾ ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഡിഫറെന്റ് സെഷൻസിന്റെ ഡിസ്കഷൻ സെഷൻസ് നമ്മൾ സപ്ലിമെന്ററി ആയിട്ട് ഉണ്ടാവും. അപ്പൊ അതിൽ ഇന്ന് നമ്മൾ നോക്കുന്ന 2 യൂണിറ്റുകളാണ്. അതിൽ ആദ്യം നമുക്ക് പൊളിറ്റിക്കൽ തിയറിയുടെ ഡിസ്കസ് ചെയ്യാം, ദെൻ നമ്മുടെ IR ഭാഗങ്ങൾ നോക്കാം. അപ്പോൾ പൊളിറ്റിക്കൽ തിയറിയിൽ ഞാൻ UGC നെറ്റിന്റെ ക്വസ്റ്റ്യൻസിനാണ് ഇവിടെ കൂടുതൽ പ്രിഫറൻസ് കൊടുത്തിട്ടുള്ളത്. കാരണം CUT PGയുടെ ക്വസ്റ്റ്യനേക്കാൾ ഉപരിയായിട്ട് ഒന്നുകൂടി ഡിഫിക്കൽട്ട് ലെവൽ അല്ലെങ്കിൽ ഡൈവേഴ്സ് ലെവലിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് UGC നെറ്റിൽ ചോദിച്ചുകൊണ്ട് ആ ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ കൂടുതൽ ഫെമിലിയർ ആവുകയാണെന്നുണ്ടെങ്കിൽ തിയറി പാർട്ട് ആയതുകൊണ്ട് തന്നെ ഈസിലി നമുക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ എല്ലാവരും ഈ സെഷന്റെ മുന്നേ തന്നെ നമ്മളുടെ ക്ലാസിന്റെ വീഡിയോ ലെക്ചേഴ്സ് കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ടാണ് ഇതിൽ അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഉണ്ടാവുക നമ്മൾ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇതിൽ ഷോ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിൽ ജോയിൻ ചെയ്ത എല്ലാവരും ആരും മാറി നിൽക്കരുത്, നിങ്ങൾ അതിന്റെ ആൻസർ ചാറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. അതിന്റെ ഓപ്ഷൻസ് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതിയാവും. ഇതിന്റെ ഉദ്ദേശം നമ്മൾ ഇതൊരു അനാലിസിസിന് വേണ്ടിയിട്ടല്ല, അതായത് ഇത് ഒരു പ്രാക്ടീസ് എന്നുള്ള ഉദ്ദേശത്തിലാണ്. അതായത് ഓരോരുത്തരും ആൻസർ റോങ് ആവാണെന്നുണ്ടെങ്കിലും അത് ടൈപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതായത് ഷുവർലി അറിയുന്നത് മാത്രം ടൈപ്പ് ചെയ്യാന്നുള്ളതല്ല, മറിച്ച് ഇതിന്റെ ഒരു പ്രോസസ്സ് നമുക്ക് മനസ്സിലാവും. ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നതെന്നുള്ള, അല്ലെങ്കിൽ അത് ചെയ്യേണ്ടതെന്നുള്ള ഒരു ലിമിറ്റഡ് ടൈമിൽ അതെങ്ങനെയാണ് കണ്ടെത്തേണ്ടത് എന്നുള്ളത് നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സ്കില്ലാണ്. അപ്പൊ അതുകൂടി പരിഗണിച്ചുകൊണ്ട് ടൈം മാനേജ്മെന്റ് കൂടി നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സെഷൻസുകൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും, അതിന്റെ വേണ്ട എക്സ്പ്ലനേഷൻസ് ഉൾപ്പെടെ. ഓക്കെ, സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതിൽ വിസിബിൾ അല്ലേ? മാച്ച് ദി ഫോളോയിങ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ അതിൽ തിങ്കേഴ്സും അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില കോൺസെപ്റ്റ് അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്കുകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സെന്റൻസ് ലിസ്റ്റ് 1 എന്തൊക്കെയുള്ള? പീപ്പിൾ ഹൂ ഷുഡ് റൂൾ ആർ ദോസ് ഹൂ നോ അബൌട്ട് പൊളിറ്റിക്സ്. ദ അച്ചീവ്മെന്റ് ഓഫ് ഫ്രീഡം ത്രൂ ദ അബോളിഷൻ ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഒപ്രഷൻ. ദ പ്രിൻസിപ്പിൾ ഓഫ് ഈക്വൽ ബേസിക് ലിബർട്ടീസ്. ഫ്രീഡം, റൈറ്റ്സ് ആൻഡ് സിറ്റിസൺഷിപ്പ് ഓഫ് വുമൻ ആസ് വെൽ ആസ് ഓഫ് മെൻ. മാരി വോൾസ്റ്റോൺക്രാഫ്റ്റ്, ജോൺ റോൾസ്, അരിസ്റ്റോട്ടിൽ, കാൾ മാർക്സ്. ഇതിന്റെ ആൻസർ ഏതാ വരിക? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആൻസർ റോങ് ആവാം, റൈറ്റ് ആവാം, അതൊക്കെ നാച്ചുറൽ ആണ്, അതിലൊന്നും പ്രശ്നമില്ല. ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഓക്കെ. ഇതിൽ പലരും ഓപ്ഷൻ ഡി പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി തന്നെയാണ് വരിക. നമുക്കറിയാം, പീപ്പിൾ ഹൂ ഷുഡ് റൂൾ ആൻഡ് ദോസ് ഹൂ നോ അബൌട്ട് പൊളിറ്റിക്സ്. അത് അരിസ്റ്റോട്ടിലിന്റെ ഒരു വാക്കാണ്, അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു സെന്റൻസ് ആണ്. അതായത് ആരാണോ ഒരു കിങ് ആയിട്ട് റൂളർ ആയിട്ട് വരേണ്ടത്, അവർക്ക് പൊളിറ്റിക്സിനെ കുറിച്ചിട്ടുള്ള, അതായത് റൂൾ ചെയ്യുന്ന ആ സംവിധാനത്തെ കുറിച്ചിട്ടുള്ള, ഭരണ സംവിധാനത്തെ കുറിച്ചിട്ടുള്ള അറിവ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സിമിലർ കേസ് നമുക്ക് പ്ലാറ്റോയിലും കാണാൻ പറ്റും. പ്ലാറ്റോന്റെ ആശയം ഉണ്ടല്ലോ, ഫിലോസഫർ കിങ് എന്ന് പറഞ്ഞിട്ടുള്ള ആശയം. അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത്തരത്തിൽ ഒരു നോളജ് ഉള്ള, ഏറ്റവും കൂടുതൽ അറിവുള്ള ഒരു വ്യക്തി ആയിരിക്കണം, ഫിലോസഫർ ആയിരിക്കണം റൂളർ ആയിട്ട് വരേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ആൻഷ്യന്റ് തിങ്കേഴ്സിന്റെ ഒരു ഫീച്ചറാണ് അവർ ഈ നോളജ്, ഏറ്റവും കൂടുതൽ നോളജ് ഉള്ള ആൾക്കാരെ റൂളർ ആയിട്ട് കൺസിഡർ ചെയ്യാന്നുള്ളത്. നമുക്ക് ഇന്നുള്ള ഡെമോക്രസിയിൽ നോളജ് അല്ല ഇതിന്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. പിന്നെ തീരെ പഠിക്കാത്ത ഒരാളെ സംബന്ധിച്ചും അദ്ദേഹത്തിന് പ്രൈം മിനിസ്റ്റർ ആവാനുള്ള സ്കോപ്പ് ഇന്ത്യയിലുണ്ട്. കണ്ടംപററി പൊളിറ്റിക്സിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇവര് ആൻഷ്യന്റ് തിങ്കേഴ്സ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നോളജബിൾ ആയിട്ടുള്ള ആൾക്കാർ റൂളിലേക്ക് വരിക എന്നുള്ളതാണ്. ദെൻ അച്ചീവ്മെന്റ് ഓഫ് ഫ്രീഡം ത്രൂ ദ അബോളിഷൻ ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഒപ്രഷൻ. ആ സെന്റൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു എക്സ്പ്ലോയിറ്റേഷൻ ഒഴിവാക്കുക, ഒപ്രസീവ് സിസ്റ്റത്തിനെ തകർക്കുക എന്നൊക്കെ ഉള്ളത് ഏത് തിങ്കറാണ് കൂടുതലും പറഞ്ഞിട്ടുള്ളത്? കാൾ മാർക്സ് ആണ്. മാർക്സിസം എന്ന് പറയുന്ന ഐഡിയോളജി നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് ഡിഫറെന്റ് ഹിസ്റ്ററിയിലുള്ള ഡിഫറെന്റ് സിസ്റ്റം, അതിപ്പം ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ ബുർജോസി ക്ലാസും പ്രോലിറ്റേറിയറ്റ്സും തമ്മിലുള്ള കണ്ടസ്റ്റേഷൻസ്, അവരെങ്ങനെയാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നത്,
അതേപോലെ ഡിഫറെന്റ് സിസ്റ്റത്തിലൂടെ സ്ലേവറിയിൽ എങ്ങനെയാണുള്ളത്, അതിന്റെ മുന്നേ ഉള്ള സിസ്റ്റത്തിലൊക്കെ എങ്ങനെയാണ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് കാൾ മാർക്സ് ബേസിക്കലി സൂചിപ്പിക്കുന്നത്. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഈക്വൽ ബേസിക് ലിബർട്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ജോൺ റോൾസിന്റെ നമ്മൾ അദ്ദേഹത്തിന്റെ തിയറി ഓഫ് ജസ്റ്റിസ് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ തിയറി ഓഫ് ജസ്റ്റിസിന്റെ ആദ്യത്തെ പ്രിൻസിപ്പിൾ ആണ് എന്ത്, ഈക്വൽ ബേസിക് ലിബർട്ടി എന്നുള്ളത്. ദെൻ മാരി വോൾസ്റ്റൺക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ലിബറൽ ഫെമിനിസ്റ്റ് സ്കോളർ ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യ കാലഘട്ടത്തിൽ ഫെമിനിസത്തിന്റെ ഒരു സ്റ്റാർട്ടിങ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ട്രേസ് ചെയ്യുമ്പോൾ 18th സെഞ്ചുറിയുടെ ലാസ്റ്റ് ഡിക്കേഡ്സിലൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട വർക്കുകളൊക്കെ വോൾസ്റ്റൺക്രാഫ്റ്റ് വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വുമൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വർക്കുകൾ പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അപ്പം ആദ്യ കാലഘട്ടത്തിൽ ഫസ്റ്റ് വേവ് ഫെമിനിസത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു സ്കോളറാണ് വോൾസ്റ്റൺക്രാഫ്റ്റ്. ഓക്കെ, അഗെയിൻ വേറൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇപ്പൊ ഇതില് ഡിഫറെന്റ് ഐഡിയോളജീസ് ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്, അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് മറ്റൊരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഗവൺമെന്റ് റിക്വയർസ് എ സ്പെഷ്യൽ എലീറ്റ്, മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ ആർ ഇൻകാപ്പബിൾ ഓഫ് എഫക്റ്റീവ് സെൽഫ് ഗവൺമെന്റ്, പൊളിറ്റിക്കൽ ഡെമോക്രസി the lack of democracy in economic relations, democratic system reflect gender divisions, ലിബറലിസം, മാർക്സിസം, ഫെമിനിസം, കൺസർവേറ്റിസം. ഇതിൽ ഏതൊക്കെ ഐഡിയോളജിയാണ് മാച്ച്? ഏതാണ് വരിക? ഓപ്ഷൻ സി ആണ് വരിക. ഗവൺമെന്റ് റിക്വയർസ് എ സ്പെഷ്യൽ എലീറ്റ്. കൺസർവേറ്റിസത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. കൺസർവേറ്റിസം എന്ന് പറഞ്ഞ ഐഡിയോളജി സൊസൈറ്റിയിലുള്ള ഒരു സിസ്റ്റത്തിനെ, എലീറ്റ് സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഐഡിയോളജിയാണ്. ട്രഡീഷൻ എന്താണോ അതേ സംഗതിയെ തന്നെ തുടരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഐഡിയോളജിയാണ് കൺസർവേറ്റിസം. ട്രഡീഷൻ, അതോറിറ്റി, പാട്രിയാർക്കി, അതൊക്കെ ഈ കൺസർവേറ്റിസത്തിന്റെ ഫീച്ചറാണ്. ഓക്കെ, അതായത് നിലവിലുള്ള സ്റ്റാറ്റസ് കോ ചേഞ്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഐഡിയോളജിയാണ് എന്ത്, കൺസർവേറ്റിസം. ദെൻ മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ ആർ ഇൻകേപ്പബിൾ ഓഫ് സെൽഫ് ഗവൺമെന്റ്. അതായത് ലിബറലിസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ലിബറലിസം മൈനോറിറ്റി ഉള്ള ഒരു വിഭാഗത്തിന്റെ റൂളിന് വേണ്ടിയിട്ട് അനുവദിക്കുക എന്നുള്ളതാണ് ഈ ലിബറലിസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ലിബറലിസം ആസ് എ പൊളിറ്റിക്കൽ സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അതിന്റെ ഡെമോക്രസിയാണ് അതിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ നമുക്കറിയാം അത് പറയുന്നത് എന്താണ്, എല്ലാവരും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സെൽഫ് ഗവൺമെന്റിന് കേപ്പബിൾ അല്ല. അതുകൊണ്ട് അവിടെ എന്ത് വേണം, കുറഞ്ഞ ഒരു വിഭാഗം ഒരു പവർ റോളിലേക്ക് വരണം. അതായത് ഈ പവർ ഏത് രൂപത്തിലാണ് ഇത് ഡെലിവർ ചെയ്യേണ്ടതെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമല്ല. അതിന് കേപ്പബിൾ ആയിട്ടുള്ള ഒരു വിഭാഗം അത് ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. അത് ഡെമോക്രസിയിൽ നമുക്കറിയാം, ഡയറക്റ്റ് ആയാലും ഇൻഡയറക്റ്റ് ആയാലും അതിന്റെ ഫീച്ചർ അങ്ങനെയാണ് വരിക. ദെൻ പൊളിറ്റിക്കൽ ഡെമോക്രസി ഇഗ്നോർസ് ദ ലാക്ക് ഓഫ് ഡെമോക്രസി ഇൻ എക്കണോമിക് റിലേഷൻ. എക്കണോമിക് റിലേഷനിലൂടെ ഒരു സംവിധാനത്തിനെ, ഒരു സിസ്റ്റത്തിനെ അനലൈസ് ചെയ്യുന്ന ഐഡിയോളജി ഏതായിരിക്കും? സ്വാഭാവികമായിട്ടും മാർക്സിസം ആയിരിക്കും. മാർക്സിസത്തിന്റെ ബേസിക് ഫീച്ചറിൽ പെട്ട ഒന്നാണ് എക്കണോമിക് പെർസ്പെക്റ്റീവിലൂടെ എല്ലാ കാര്യങ്ങളും, പൊളിറ്റിക്സ് ആവട്ടെ, കൾച്ചർ ആവട്ടെ, ഏത് കാര്യങ്ങളെയും എക്കണോമിക് പെർസ്പെക്റ്റീവിലൂടെ മനസ്സിലാക്കുക എന്നുള്ളതാണ് മാർക്സിസത്തിന്റെ ഫീച്ചർ എന്ന് പറയുന്നത്. പിന്നെ ഡെമോക്രാറ്റിക് സിസ്റ്റം റിഫ്ലക്ട് ജെൻഡർ ഡിവിഷൻ. ജെൻഡർ എന്നുള്ള ടേം ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും, അത് ഫെമിനിസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇത്തരത്തിലുള്ള ബ്രോഡ്ലി ഐഡിയോളജി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഓരോ ഐഡിയോളജിയും എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, അതിന്റെ ബേസിക് ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത് നമ്മൾ ക്ലിയർ ആക്കിയിരിക്കണം. ഓക്കെ, ദെൻ കൺസർവേറ്റിസമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. കൺസർവേറ്റിസം പോസ്റ്റുലേറ്റ്സ് കളക്റ്റീവ് ലീഡർഷിപ്പ്, പ്രൊമോട്ട്സ് ട്രീറ്റീസ് ടു അച്ചീവ് പീസ് ആൻഡ് ഓർഡർ, sympathizes with free market ideology, greater emphasis on nationalism and the authority of the state, a disposition or an attitude of mind placing their faith in pragmatism, tradition and history, provides a model for change, improves freedom of thought and take steps to improve happiness of masses,
കൺസർവേറ്റീവ്സ് ബിലീവ് ഇൻ ഈക്വാലിറ്റി ആൻഡ് ദേ വർക്ക് ടുവേർഡ്സ് റെഡ്യൂസിങ് വേരിയസ് കൈൻഡ്സ് ഓഫ് ഇനീക്വാലിറ്റീസ്. ഇതിൽ കൺസർവേറ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതായിരിക്കും റിലേറ്റബിൾ ആവാം? ഓക്കെ, ഇതിന്റെ റൈറ്റ് ആൻസർ എ ആണ് വരിക. ഇതിൽ നമുക്ക് അറിയാൻ പറ്റും ബിയും സി എന്താ പറയുന്നത്, ഫ്രീ മാർക്കറ്റ് ഐഡിയോളജി. കൺസർവേറ്റിസത്തിന്റെ വേറൊരു പ്രത്യേകതയാണ്, അത് എക്കണോമിക് ടേംസിൽ കൺസർവേറ്റിസം സപ്പോർട്ട് ചെയ്യുന്നത് എന്താണ്? നിയോ ലിബറലിസം ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിയോ ലിബറലിസത്തിന്റെ പ്രധാനപ്പെട്ട തിങ്കേഴ്സ്, അതായത് ഫ്രെഡറിക് ഹാക്ക് ആവട്ടെ, നോസിക് ആവട്ടെ, മിൽട്ടൺ ഫ്രീഡ്മാൻ ആവട്ടെ, ഇവരൊക്കെ നിയോ ലിബറൽ തിങ്കേഴ്സ് ആണ്. അതേ സമയം തന്നെ കൺസർവേറ്റിസത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികൾ കൂടിയാണ്. ഈ കൺസർവേറ്റിസം എക്കണോമിക് സെൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ മാർക്കറ്റ് ഐഡിയോളജിനെ അത് സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ്. അതേപോലെ നാഷണാലിസം, അതോറിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ഒക്കെ അതിന്റെ ഫീച്ചർ ആയിട്ട് വരുന്നതാണ്. അതേപോലെ തന്നെ ട്രഡീഷൻ, ഹിസ്റ്ററി, പ്രാഗ്മാറ്റിസം, സ്റ്റാറ്റസ് കോ, ഇതൊക്കെയാണ് കൺസർവേറ്റിസത്തിന്റെ ഫീച്ചർ ആയിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഫീച്ചറുകൾ, ഇപ്പം ഒരു കലക്റ്റീവ് ലീഡർഷിപ്പിനെ അത് പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളത് ഒരിക്കലും കൺസർവേറ്റിസം മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമല്ല. അവരെ സംബന്ധിച്ച് എന്താണ്, എലീറ്റ് ആയിട്ടുള്ള വിഭാഗമാണ് ലീഡർഷിപ്പിന് ക്വാളിറ്റി ഉള്ള ആൾക്കാർ. അതേപോലെ തന്നെ കൺസർവേറ്റിസ്റ്റുകൾ ഈക്വാലിറ്റിയിലൊന്നും അവർ വിശ്വസിക്കുന്നില്ല. അതായത് അവർ ഇനീക്വാലിറ്റി എന്ന് പറയുന്നത് ഇന്നെവിറ്റബിൾ ആണ്, സൊസൈറ്റിയിൽ എല്ലാവരും ഈക്വൽ അല്ല എന്നുള്ളതാണ് കൺസർവേറ്റീവ് തിങ്കേഴ്സ് വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ സ്കെപ്റ്റിസിസം, ഈ റാഡിക്കൽ ചേഞ്ച് ഉണ്ടാവുന്നതിനൊക്കെ അവര് ഒരു സംശയാസ്പദമായിട്ടാണ് കാണുക. സൊസൈറ്റിയിൽ ചേഞ്ച് എന്ന് പറയുന്നത് അനിവാര്യമായിട്ടുള്ള കാര്യമായിട്ട് മറ്റ് തിങ്കേഴ്സ് പറയും. അതായത് ഇപ്പൊ ലിബറൽ തിങ്കേഴ്സ് ആവട്ടെ, മാർക്സിസ്റ്റുകളാവട്ടെ, അവരൊക്കെ റെവല്യൂഷണറി ആയിട്ടുള്ള ചേഞ്ചിന് വേണ്ടിയിട്ട് വാദിക്കുമ്പോൾ കൺസർവേറ്റിസ്റ്റ് പറയാൻ എന്താണ്, സ്കെപ്റ്റിക് ആയിട്ട് ചേഞ്ച് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് സംഭവിക്കേണ്ടതാണ്, അത് റാപ്പിഡ് ആയിട്ട് പെട്ടെന്ന് റെവല്യൂഷണറി ആയിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ട് കൊണ്ടുവരേണ്ട ഒരു കാര്യമല്ല എന്നുള്ളതാണ് ഇവർ വാദിക്കുക. ഓക്കെ, then cosmopolitans argue that citizenship should extend to the country in which an individual resides, people based upon where a person is born, world as a whole, persons accepted by governments based on laws and rules. ഇതിൽ കോസ്മോപൊളിറ്റൻസിനെ സംബന്ധിച്ച് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് ഏതുമായിട്ടാണ് ലിങ്ക് ആവുക? യെസ്, വേൾഡ് ആസ് എ ഹോൾ. കോസ്മോപൊളിറ്റനിസം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്, ഒരു ഫിലോസഫിക്കൽ പൊസിഷനാണ്. കോസ്മോപൊളിറ്റൻ എന്നുള്ള വാക്ക് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഗ്രീക്കിലുള്ള രണ്ട് ടേംസ്, കോസ്മോസ് ഇറ്റ് മീൻസ് വേൾഡ് ആൻഡ് പൊളിറ്റസ് മീൻസ് സിറ്റിസൺ. വേൾഡ് സിറ്റിസൺ അല്ലെങ്കിൽ സിറ്റിസൺ ഓഫ് ദ വേൾഡ് എന്നൊക്കെ അർത്ഥം വരുന്ന ഈ രണ്ട് ഗ്രീക്ക് റൂട്ടിൽ നിന്നാണ് ഈ വാക്ക് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ കമ്മ്യൂണിറ്റിയുടെ മെമ്പേഴ്സ് ആണ് ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും. നാഷണലി ഡിഫറെന്റ് ആണ്, അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഒക്കെ വെക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാവരും തുല്യരാണ്. അവരുടെ എത്തിനിസിറ്റി, കൾച്ചർ, നാഷണൽ ബൗണ്ടറീസ് എന്നുള്ളതൊക്കെ സെക്കൻഡറി ആണ്. പ്രൈമറിലി ഓൾ ഹ്യൂമൻ ബീങ്സ് ആർ മെമ്പേഴ്സ് ഓഫ് എ സിംഗിൾ കമ്മ്യൂണിറ്റി എന്നുള്ളതാണ് കോസ്മോപൊളിറ്റൻ തിങ്കേഴ്സ് വാദിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി ആയിട്ട് കോസ്മോപൊളിറ്റനിസത്തിനെ മനസ്സിലാക്കുമ്പം ലോകത്ത് സംഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഗ്ലോബൽ ഇഷ്യൂസിന്റെ ഒക്കെ പരിഹാരം എന്ന് പറയുന്നതും കലക്റ്റീവ് ആയിട്ട് എടുക്കേണ്ട കാര്യമായിട്ടാണ് ആര് കാണുക, കോസ്മോപൊളിറ്റൻ തിങ്കേഴ്സ് കാണുക. ഇപ്പൊ ക്ലൈമറ്റ് ചേഞ്ച് ആവട്ടെ, പാൻഡമിക് ആവട്ടെ, ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് ആവട്ടെ, ഇതിന്റെയൊക്കെ പരിഹാരം എന്ന് പറയുന്നത് ഗ്ലോബലി ഉള്ള ഇഷ്യൂസ് ആയതുകൊണ്ട് തന്നെ എല്ലാ രാഷ്ട്രങ്ങളും ഗ്ലോബലി അതിനുള്ള പരിഹാരം കാണാന്നുള്ളതാണ്. ഇതിനു വേണ്ടിയിട്ട് വാദിക്കുന്ന ഒരുപാട് തിങ്കേഴ്സിനെ കാണാൻ പറ്റും. അപ്പോൾ കോസ്മോപൊളിറ്റനിസം എന്നുള്ള ഒരു ആശയത്തിന്റെ ആദ്യത്തെ ഒരു തിങ്കറായിട്ട് കൺസിഡർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ആരാണ്? ഇമ്മാനുവൽ കാന്റ് എന്നുള്ള തിങ്കറാണ്. ഇമ്മാനുവൽ കാന്റിന്റെ പെർപച്വൽ പീസ് എന്നൊക്കെ പറയുന്ന വർക്ക് ഇതിനു വേണ്ടിയിട്ട് വാദിച്ചിട്ടുള്ള ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ട്രീറ്റൈസ് ആണ്. പിന്നെ 20th സെഞ്ചുറിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്കോളേഴ്സ്, അതിൽ ഫെമിലിയർ ആയിട്ടുള്ള ഒരു തിങ്കറാണ് മാർത്ത നുസ്ബോം എന്ന് പറഞ്ഞിട്ടുള്ളത്. അവര് ഗ്ലോബൽ എത്തിക്സ്, അതേപോലെ ഗ്ലോബൽ സിറ്റിസൺഷിപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടൊക്കെ ഇതിനെ സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ,
ക്യാൻ ഐൻസ്റ്റീൻ ബി കോൾഡ് ആസ് എ പ്രോമിനന്റ് കോസ്മോപൊളിറ്റൻ? ഐൻസ്റ്റീന്റെ വർക്കുകൾ കോസ്മോപൊളിറ്റനിസത്തിന്റെ ആശയങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം, പക്ഷെ ഒരു കോസ്മോപൊളിറ്റൻ തിങ്കർ ആയിട്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള സയന്റിസ്റ്റുകളെ അനലൈസ് ചെയ്യാറില്ല എന്നുള്ളതാണ്. കാരണം ഇതിനെ തിയറട്ടിക്കലി വർക്ക് ചെയ്തിട്ടുള്ള സ്കോളേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാറുള്ളത്, പൊതുവെ കോസ്മോപൊളിറ്റൻ തിങ്കേഴ്സ് എന്നുള്ളത് വാദിക്കാറുള്ളത്. അതല്ലാതെ ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് തിങ്കേഴ്സ് ഇൻക്ലൂഡിങ് ഇന്ത്യയിൽ നിന്ന് നോക്കാം, ഇന്ത്യന്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാഗോർ, സ്വാമി വിവേകാനന്ദ, അംബേദ്കർ, ഇവരൊക്കെ ഒരർത്ഥത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള യൂണിവേഴ്സൽ ആശയങ്ങൾ, അതായത് കോസ്മോപൊളിറ്റൻ മെന്റാലിറ്റി ഉള്ള ആൾക്കാർ തന്നെയായിരുന്നു. ഒരു റിജിഡ് ആയിട്ട് കൾച്ചർ, നാഷൻ, ഇപ്പം അംബേദ്കർ നോക്കുകയാണെങ്കിൽ കാസ്റ്റ് തുടങ്ങിയിട്ടുള്ള ഒരു ഐഡന്റിറ്റിയിലേക്ക് ബേസ് ചെയ്തിട്ട് കാര്യങ്ങളെ റിലേറ്റ് ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്ന ഒരുപാട് തിങ്കേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ തിയറിന്റെ കേസിൽ ഡിസ്കസ് ചെയ്യുമ്പം ഡയറക്ട്ലി കോസ്മോപൊളിറ്റനിസം ആസ് എ പൊളിറ്റിക്കൽ തിയറി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഐഡിയോളജി ആരൊക്കെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത് എന്നതായിരിക്കും നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആവുക. ആസ് എ പേഴ്സ്പെക്റ്റീവ് ഒരുപാട് തിങ്കേഴ്സ്, മൾട്ടിപ്പിൾ തിങ്കേഴ്സ് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഫരീദ് സക്കരിയ എന്ന് പറയുന്നത് നിയോ ക്ലാസിക്കൽ റിയലിസ്റ്റ് ആണ്. ഫരീദ് സക്കരിയന്റെ അമേരിക്കൻ പവറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ ഈ വേൾഡ് സിസ്റ്റത്തിനെ കുറിച്ചും മറ്റൊക്കെ, അതായത് നിയോ ക്ലാസിക്കൽ പെർസ്പെക്റ്റീവിലൂടെ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം അമേരിക്കൻ പവറിനെ കുറിച്ചൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഈ ഒരു പെർസ്പെക്റ്റീവ് ഒക്കെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്, ഡൊമസ്റ്റിക് പൊളിറ്റിക്സ് അതേപോലെ തന്നെ ഗ്ലോബൽ പൊളിറ്റിക്സും തമ്മിലുള്ള അതിന്റെ ലിങ്കിനെ കുറിച്ചൊക്കെ. ഓക്കെ, ദെൻ ഡെലിബറേറ്റീവ് ഡെമോക്രസി ചാമ്പ്യൻസ്. ഡെലിബറേറ്റീവ് ഡെമോക്രസി എന്നുള്ള ഒരു ആശയം, അത് ഏതൊക്കെ കാര്യങ്ങൾ അതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് ഇതിൽ വരാൻ പറ്റും? ഇൻഫോർമൽ ഡിബേറ്റ്, ഡയറക്ട് പാർട്ടിസിപ്പേഷൻ ഓഫ് സിറ്റിസൺസ്, പബ്ലിക് യൂസ് ഓഫ് റീസൺ, ഇംപാർഷ്യൽ പെർസ്യൂട്ട് ഓഫ് ട്രൂത്ത്, മോണിസം ആസ് വെൽ ആസ് ഡുവലിസം. ഇതിൽ ഡെലിബറേറ്റീവ് ഡെമോക്രസി എന്നുള്ളതിനെ ലിങ്ക് ചെയ്യുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ് വരിക? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യട്ടോ, ആൻസർ റോങ് ആയാലും പ്രശ്നമില്ല. ഓക്കെ, ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് വരിക. ഇൻഫോർമൽ ഡിബേറ്റ്, പബ്ലിക് യൂസ് ഓഫ് റീസൺ, അതേപോലെ ഇംപാർഷ്യൽ പെർസ്യൂട്ട് ഓഫ് ട്രൂത്ത്. ഈ ഡെലിബറേറ്റീവ് ഡെമോക്രസി എന്ന് പറയുന്നത് ഒരു റെപ്രസെന്റേറ്റീവ് ഫോം ഓഫ് ഡെമോക്രസിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അതായത് അത് നമ്മൾ കൺഫ്യൂസ്ഡ് ആകാൻ പറ്റില്ല. അതായത് ഡെലിബറേറ്റീവ് ഡെമോക്രസി എന്ന് പറയുമ്പം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കീ വേർഡ് എന്ന് പറയുന്നത് അൺകൺസ്ട്രെയിൻഡ്, അതായത് ഒരു നിയന്ത്രണം ഇല്ലാത്ത ഒരു ഓപ്പൺ ആയിട്ടുള്ള ഡിബേറ്റിനുള്ള സാധ്യത ഉണ്ടാവുക എന്നുള്ളതാണ് ഒന്നാമത്തെ. ഈ ഒരു ഡിബേറ്റിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു കൺസെൻസസ്, ഒരു സംയമനം, എല്ലാ വിഷയത്തിലും ഒരു തീരുമാനം ഉണ്ടാവുക, അനുരഞ്ജനം ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിന്റെ രണ്ടാമത്തെ ഫീച്ചർ. അപ്പോൾ ഒരു ഡിബേറ്റ് ഉണ്ടാവുക, അതിന്റെ ഭാഗമായിട്ട് കൺസെൻസസ് രൂപപ്പെടുക. അത് ഡെമോക്രസിയിൽ എങ്ങനെയാണ് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അത് റീസൺ ആണ് അതിന്റെ ഒരു കാര്യം, അതായത് റാഷണാലിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ഓപ്പൺ ഡെലിബറേഷനുള്ള സ്കോപ്പ് ഡെമോക്രസിയിൽ ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിന്, ഒരു സാധ്യതയാണ് ഈ ഡെലിബറേറ്റീവ് ഡെമോക്രസി എന്ന് പറഞ്ഞിട്ട് സ്കോളേഴ്സ് പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഡെമോക്രസിയുടെ ഫീച്ചർ ആയിട്ടല്ല എന്തിനെ മനസ്സിലാക്കാറുള്ളത്, ഈ ഡെലിബറേറ്റീവ് ഡെമോക്രസി മനസ്സിലാക്കാറുള്ളത്. അത് കൂടുതലും റെപ്രസെന്റേറ്റീവ് ഫോം ഓഫ് ഡെമോക്രസിയിലാണ് വരിക. ഓക്കെ, ഡെമോക്രസിക്ക് അൾട്ടർനേറ്റീവ് ആണോ? ഡെമോക്രസിക്ക് അൾട്ടർനേറ്റീവ് ആയിട്ടല്ല ഡെലിബറേറ്റീവിനെ മനസ്സിലാക്കുന്നത്. ഡെമോക്രസി എന്താണ്? ഒരു ബ്രോഡ് സിസ്റ്റം ആണ്. അതായത് എന്താ പറയാ, നമുക്ക് ഒരു ഫോം ഓഫ് ഗവൺമെന്റ് ആയിട്ട്, ആസ് എൻ ഐഡിയോളജി ആയിട്ടൊക്കെ ഡെമോക്രസിയെ മനസ്സിലാക്കാറുണ്ട്. അപ്പോൾ ഈ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരിക്കലും അത് പ്യുവർ ഫോം അല്ല. ഏറ്റവും പെർഫെക്റ്റ് ഫോം ആവുമ്പോഴാണ് എന്തുണ്ടാവുക, അത് എല്ലാ കാര്യങ്ങളും ഉണ്ട്, എല്ലാ ഫീച്ചേഴ്സും കൊണ്ടും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫോം ആകുമ്പോൾ പിന്നെ അതിനെ കുറിച്ചിട്ടുള്ള ചർച്ചക്ക്, അതിനെ മോഡിഫൈ ചെയ്യാനുള്ള സ്കോപ്പ് ഇല്ല, ഓൾറെഡി പ്യുവർ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ. ഡെമോക്രസി എന്ന് പറയുന്നത് നമ്മളൊരു സ്കെലിട്ടൺ ആയിട്ട് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും മികച്ച രൂപത്തിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ആലോചനകളാണ് ആര് നടത്തുക, ഡിഫറെന്റ് പൊളിറ്റിക്കൽ തിങ്കേഴ്സ് നടത്തുന്നത്.
അപ്പൊ അതിന്റെ ഒരു സ്കോപ്പ് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ഡെലിബറേറ്റീവ് ഡെമോക്രസി എന്ന് പറഞ്ഞിട്ട്. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെമോക്രസി ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ഡെമോക്രസി ഉണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ആലോചിക്കും ഇതൊരു ഡെമോക്രസിയുടെ ഫീച്ചർ അല്ലല്ലോ. ഇപ്പൊ പാർലമെന്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കുമ്പോൾ ചില ബില്ലുകൾക്ക് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ചർച്ച ചെയ്യാനുള്ള സ്കോപ്പ് അവിടെ കൊടുക്കും. അതിന്റെ ഡിഫറെന്റ് സൈഡുകൾ, പോസിറ്റീവ് നെഗറ്റീവ് ആസ്പെക്റ്റുകളൊക്കെ ചർച്ച ചെയ്യാനുള്ള സ്കോപ്പ് അവിടെ ഉണ്ടാവും. ചില ബില്ലുകൾ അവതരിപ്പിച്ചാലോ ഒരു സാഹചര്യം, ഒരു ഡിസ്കഷനുള്ള സാഹചര്യവും കൊടുക്കാതെ തന്നെ ഡയറക്റ്റ്ലി അതെന്ത് ചെയ്യും, പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് റൂളിംഗ് പാർട്ടി ചിലപ്പോൾ ശ്രമിക്കും. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്, അവിടെ ഒരു ഡിബേറ്റിനുള്ള സ്കോപ്പ് പോലും ഇല്ല, ഒരു ഡെലിബറേഷൻ എന്ന് പറയുന്ന പ്രക്രിയ പോലും ഇല്ലാതെ ഡയറക്റ്റ്ലി അതെന്താവാണ്, പാസ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ ആ ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ ഡെമോക്രസിന്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ആശയമാണ് അല്ലെ. അപ്പൊ അതാണ് ഈ ഒരു ഡെലിബറേറ്റീവ് ഡെമോക്രസി എന്ന് പറയുമ്പം ഒരു വിഷയത്തിൽ റാഷണാലിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഒരു ഓപ്പൺ ഡിസ്കഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഫൈനലി എന്താണോ കൺസെൻസസിൽ എത്തുന്നത് അത് മുന്നോട്ട് വെക്കപ്പെടുക എന്നുള്ളതാണ്. അപ്പൊ അതിലൂടെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. കൂടുതൽ ചർച്ച ചെയ്ത് കൂടുതൽ സ്കോപ്പുകളെ കുറിച്ചിട്ടുള്ള ആലോചനകൾ ഉണ്ടാകുമ്പം അത്രയും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് ഈ ഒരു ആശയത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത്. പിന്നെ മോണിസം ആൻഡ് ഡുവലിസം എന്ന് പറയുന്ന ആശയം, ഈ മോണിസം ഡുവലിസം എന്നുള്ളത് യഥാർത്ഥത്തിൽ ബോഡി മൈൻഡ് എന്നുള്ള കാര്യത്തിനെ രണ്ടിനെ സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാന്നുള്ളതാണ്. അതായത് ഈ ബോഡി മൈൻഡ് എന്ന് പറയുന്നത് രണ്ടും സെപ്പറേറ്റ് എൻറ്റിറ്റി ആണ്, അത് ഡിഫറെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതാണ് ഈ ഡുവലിസം എന്നുള്ള ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോണിസം എന്ന് പറയുന്നത് അത് രണ്ടും മിങ്കിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ബോഡി മൈൻഡ് എന്നുള്ളത് സെപ്പറേറ്റ് ചെയ്യപ്പെടാൻ കഴിയാത്തൊരു കാര്യമായിട്ട്, അത് ഈ സൈക്കോളജി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആശയമാണ് കൂടുതലും ഈ മോണിസം ഡുവലിസം എന്നുള്ളത്. ഓക്കെ, ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. റെഫറൻഡം എ ഫീച്ചർ ഓഫ് ഡെലിബറേറ്റീവ് ഡെമോക്രസി. റെഫറൻഡം എന്ന് പറയുന്നത് ഡെലിബറേറ്റീവ് ഡെമോക്രസിയുടെ ഫീച്ചർ ആയിട്ടല്ല കൺസിഡർ ചെയ്യാറുള്ളത്, അത് ഡയറക്റ്റ് ഡെമോക്രസിയുടെ ഫീച്ചറാണ്. അതായത് റെഫറൻഡം, പ്ലെബിസൈറ്റ്, ഇനീഷ്യേറ്റീവ്, റീകോൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിസ്റ്റംസ് ഡയറക്റ്റ് ഡെമോക്രസിന്റെ മെത്തേഡ്സ് ആണ്. ഇപ്പോൾ റെഫറൻഡം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഒരു ജനഹിതം പരിശോധിക്കുന്ന ഒരു ഘട്ടമാണ്. ഇപ്പൊ ഡെലിബറേഷൻ എന്നുള്ളത് അത് റെപ്രസെന്റേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാർ, അതാണ് ഇവിടെ ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഓഫ് സിറ്റിസൺസ് ഇല്ല എന്ന് പറയാനുള്ള ഒരു കാരണം. ഡെലിബറേഷനിൽ അവിടെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് ഉണ്ടാവുക. ഡയറക്റ്റ് ഡെമോക്രസിയിൽ റെഫറൻഡത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ആരാണ്, അത് ഡയറക്റ്റ് പീപ്പിൾ ആണ്, സിറ്റിസൺസ് ആണ്. അപ്പൊ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പം ഡെലിബറേറ്റീവ് ഡെമോക്രസിയും റെഫറൻഡും രണ്ടും രണ്ട് രൂപത്തിലായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, പിന്നെ ഡെലിബറേറ്റീവ് ഡെമോക്രസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്കോളേഴ്സിനെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. മൈക്കൽ വാൽസർ, അതേപോലെ ജോഷുവ കോഹൻ, റോജേഴ്സ്, ബെർണാഡ് മെനിൻ, ഹെർലെ, അമി ഗട്ട്മൻ ആൻഡ് ഡെന്നിസ് തോംസൺ, ജുർഗൻ ഹബർമസ്, ഫിഷ്കിൻ, ഇവരൊക്കെ ഈ ഒരു തിയററ്റിക്കലി എന്താണ് ഈ ഡെലിബറേറ്റീവ് ഡെമോക്രസി എന്നുള്ള ആശയത്തിനെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടുള്ള സ്കോളേഴ്സ് ആണ്. ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്കോളേഴ്സിന്റെയും ആശയങ്ങൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കേണ്ടതുണ്ടാവില്ല, എക്സാമിന് ആ രൂപത്തിൽ ക്വസ്റ്റ്യൻസ് പൊതുവെ വരാറില്ല. അപ്പൊ അവരുടെ വർക്കുകൾ ഇതിൽ മെൻഷൻ ചെയ്തത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, then human rights are also criticized for elevating collectivism above individualism, equating collectivism and individualism, elevating individualism above collectivism, opposing collectivism as well as individualism. ഹ്യൂമൻ റൈറ്റ്സിനെ പൊതുവെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കളക്ടിവിസം, ഇൻഡിവിജ്വലിസം എന്നുള്ള രണ്ട് പെർസ്പെക്റ്റീവുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സിനെ ഏതർത്ഥത്തിലാണ് ക്രിട്ടിസൈസ് ചെയ്യപ്പെടാറുള്ളത്? ഏതാ വരിക? ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് വരിക. ഹ്യൂമൻ റൈറ്റ്സ് നമുക്കറിയാം, ഹ്യൂമൻ റൈറ്റ്സ് ബ്രോഡലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിബറലിസത്തിന്റെ ഒരു ഫീച്ചർ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഹ്യൂമൻ റൈറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത് കൂടുതലും ലിബറൽ സ്കോളേഴ്സ് ആണ്. കാരണം അത് ഈ ലിബറൽ റൈറ്റ്സിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഹ്യൂമൻ റൈറ്റ്സിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആസ്പെക്ട് എന്ന് പറയുന്നത് ആസ് എ ഹ്യൂമൻ എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവകാശങ്ങളുണ്ട്. അപ്പൊ അവിടെ ഇൻഡിവിജ്വലിസം എന്നുള്ളതാണ് അവിടെ പ്രൈമറി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇൻഡിവിജ്വലിസം വേഴ്സസ് കളക്ടിവിസം എന്ന് പറയുന്ന ഡിബേറ്റ്, അപ്പൊ അത് ബ്രോഡലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിബറലിസവും അതേപോലെ മറ്റൊരു വശത്ത് കമ്മ്യൂണിറ്റേറിയനിസം തമ്മിൽ നടക്കുന്ന ഒരു കണ്ടസ്റ്റേഷൻ ആണ്. ഇൻഡിവിജ്വലിസത്തിന് വേണ്ടിയിട്ടാണ് എല്ലാ കാലത്തും ലിബറൽ തിങ്കേഴ്സ് വാദിക്കുക.
ഓൺ ദ കോൺട്രറി കളക്റ്റീവ് റൈറ്റ്സിന് വേണ്ടിയിട്ടാണ് കമ്മ്യൂണിറ്റേറിയൻസ് വാദിക്കുക. ഓക്കെ, മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ ഏതാ വരിക? ഓക്കെ, ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വരിക. സോഷ്യലിസം എന്നുള്ള ഐഡിയോളജീന്റെ പ്രധാനപ്പെട്ട ഒരു തിങ്കറാണ്, അല്ലെങ്കിൽ സോഷ്യലിസം എന്നുള്ളതിൽ വർക്ക് ചെയ്തിട്ടുള്ള തിങ്കറാണ് തോമസ് പിക്കറ്റി എന്ന് പറയുന്നത്. ഫെമിനിസ്റ്റ് തിങ്കറാണ് ബെൽ ഹുക്സ് എന്ന് പറയുന്നത്. എക്കോളജിസമായിട്ട് ബന്ധപ്പെട്ടിട്ട് വർക്ക് ചെയ്തിട്ടുള്ള സ്കോളറാണ് ഷൂമാക്കർ. ദെൻ മൾട്ടി കൾച്ചറലിസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്കോളറാണ് ചാൾസ് ടൈലർ. ഇത് എക്സാമിന് പല രൂപത്തിൽ ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതായത് ഈ തിങ്കേഴ്സും അത് ഏത് ഐഡിയോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവാം. ഇതിൽ തന്നിരിക്കുന്നതിൽ ലിബറലിസമായിട്ട് ബന്ധപ്പെടാത്ത സ്കോളേഴ്സ് ആരാണ്, അല്ലെങ്കിൽ ഇതിൽ ഏതാണ് ഫെമിനിസ്റ്റ് അല്ലാത്ത സ്കോളർ, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് പല രൂപത്തിൽ UGC നെറ്റിലും CUT അടക്കം ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ, എസ്പെഷ്യലി പൊളിറ്റിക്കൽ തിയറിന്റെ കേസിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവണം, ഓരോ തിങ്കറെ ചോദിച്ചാലും പ്രധാനപ്പെട്ട എല്ലാ തിങ്കേഴ്സിനും ചിലപ്പോൾ നമുക്ക് അറിഞ്ഞ് കൊള്ളണമെന്നില്ല. പ്രധാനപ്പെട്ട തിങ്കേഴ്സിനെ ചോദിച്ചാൽ അത് ഏത് ഐഡിയോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തിങ്കറാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ ഇപ്പൊ ചില ഐഡിയോളജിയിൽ നമ്മൾ അതിന്റെ ഡിഫറെന്റ് വേരിയൻസ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലിബറലിസം ആണെന്നുണ്ടെങ്കിൽ ക്ലാസിക്കൽ ലിബറലിസം, മോഡേൺ ലിബറലിസം, നിയോ ലിബറലിസം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു തിങ്കറെ ചോദിക്കുമ്പം ലിബറൽ തിങ്കറാന്നുള്ളത് അറിഞ്ഞിരിക്കെ തന്നെ അതിൽ ഏത് വേരിയന്റിൽ വരുന്നതാണെന്ന് കൂടി അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ദെൻ application of the law of dialectics in social life is demonstrated through the principle of social materialism, economic materialism, historical materialism, cultural materialism. ഇതിൽ ലോ ഓഫ് ഡയലക്ടിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് സോഷ്യൽ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുമ്പം അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വരിക എന്നുള്ളതാണ്. ഏതാ വരിക? ഓക്കെ, ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് വരിക. ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാൾ മാർക്സിന്റെ ആശയമാണ് എന്ത് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത്. അപ്പൊ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസത്തിലൂടെ അദ്ദേഹം ശ്രമിക്കുന്നത് ഡിഫറെന്റ് സോഷ്യൽ ലൈഫുകൾ, അതായത് ഡിഫറെന്റ് പീരീഡ്സുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കണ്ടംപററി ആയിട്ട് ക്യാപിറ്റലിസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള രണ്ട് ക്ലാസ്സുകൾ തമ്മിൽ, ബൂർഷ്വാസി പ്രൊലറ്റേറിയറ്റ് തമ്മിലുള്ള ഒരു കണ്ടസ്റ്റേഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ അതിന്റെ മുന്നേയുള്ള ഓരോ ഇത്തരത്തിലുള്ള ഓരോ എപ്പോക്സിലും സംഭവിക്കുന്നത് എന്താണ്, രണ്ട് ക്ലാസ്സുകൾ തമ്മിലുള്ള കണ്ടസ്റ്റേഷൻ ആണ്. അപ്പൊ ഹെഗലിന്റെ ഡയലക്റ്റിക്കൽ ഐഡിയലിസം എടുത്തിട്ട് അത് സോഷ്യൽ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ, ആ ഒരു ലോ ഓഫ് ഡയലക്റ്റിക് സോഷ്യൽ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുമ്പം സംഭവിക്കുന്ന കാര്യങ്ങളെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറഞ്ഞിട്ട് കാൾ മാർക്സ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ആശയം വളരെ ക്ലിയർ ആയിരിക്കണം. ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്താണ്, അതിന്റെ ഡിഫറെന്റ് സ്റ്റേജസ് എന്താണ്, പ്രിമിറ്റീവ് കമ്മ്യൂണിസത്തിൽ നിന്ന് തുടങ്ങി
ലാസ്റ്റ് കമ്മ്യൂണിസത്തിലേക്ക് അവസാനിക്കുന്ന ആ ഡിഫറെന്റ് സ്റ്റേജസുകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ്, അതിൽ വരുന്ന 2 ക്ലാസ്സുകൾ, കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. Then the third wave of feminism reflected the influence of post-structuralism, anarchism, liberalism, multiculturalism. ഫെമിനിസത്തിന്റെ തേർഡ് വേവിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ ഏത് ആശയത്തിന്റെ ഇൻഫ്ലുവൻസ് ആണ് തേർഡ് വേവിൽ കൂടുതലും കാണാൻ പറ്റുക? എല്ലാവരും ലൈവിൽ ഇല്ലേ? പോയോ? റെസ്പോൺസ് ആണല്ലോ. ഓക്കെ. ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് വരിക. പോസ്റ്റ് സ്ട്രക്ചറാലിസം ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ വരിക. തേർഡ് വേവ് ഫെമിനിസം. ഫെമിനിസത്തിന്റെ 3 വേവ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വേവ് എന്താണ്? ലിബറൽ ഫെമിനിസം എന്നാണ് ഫസ്റ്റ് വേവ് പൊതുവെ അറിയപ്പെടാറുള്ളത്. ദെൻ സെക്കൻഡ് വേവ് ഏതാണ്? റാഡിക്കൽ ഫെമിനിസം ആണ് സെക്കൻഡ് വേവിൽ വരുന്നത്. റാഡിക്കൽ ഫെമിനിസ്റ്റുകളും ലിബറലിസം എന്നുള്ള ആശയത്തിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് അവരും വർക്ക് ചെയ്തിട്ടുള്ളത്. തേർഡ് വേവ് ഫെമിനിസവും ലിബറലിസം തന്നെയാണ് അതിന്റെയും ഇൻഫ്ലുവൻസും കാര്യങ്ങളൊക്കെ. പക്ഷെ അതിലുള്ള തേർഡ് വേവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിട്ടുള്ള റാഡിക്കൽ വേവിനെയും നേരത്തെ ഉണ്ടായിട്ടുള്ള ലിബറൽ ഫെമിനിസ്റ്റ് വേവിനെയൊക്കെ, ഫസ്റ്റ് സെക്കൻഡ് വേവുകളെ ക്രിട്ടിസൈസ് ചെയ്തിട്ട്, ഫെമിനിസ്റ്റുകളെ തന്നെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഫെമിനിസ്റ്റുകളാണ് തേർഡ് വേവിലുള്ളത്. അപ്പൊ അതെന്ന് പറയുന്നത് പോസ്റ്റ് സ്ട്രക്ചറാലിസം, ഈ പോസ്റ്റ് മോഡേണിസം, പോസ്റ്റ് എക്സിസ്റ്റൻഷ്യലിസം, അങ്ങനെ തുടങ്ങിയിട്ട് ഈ പോസ്റ്റ് വേവുകൾ ഉണ്ടല്ലോ, ആ സാധനമാണ് തേർഡ് വേവിൽ കൂടുതലും വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ തേർഡ് വേവിൽ ഡിഫറെന്റ് വേരിയൻസ് കാണാൻ പറ്റും. പോസ്റ്റ് മോഡേൺ ഫെമിനിസം എന്ന് പറയാറുണ്ട്, എക്കോ ഫെമിനിസം എന്ന് പറഞ്ഞിട്ടുള്ള വേരിയന്റ് ഉണ്ട്, ബ്ലാക്ക് ഫെമിനിസം ഉണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഡിഫറെന്റ് വേവ്സ് ഇതിൽ കാണാൻ പറ്റും. അതായത് ഫെമിനിസ്റ്റുകളെ തന്നെ ക്രിട്ടിസൈസ് വരുന്ന ഒരു ഫെമിനിസ്റ്റ് ഡിസ്കോഴ്സ് ആണ് തേർഡ് വേവിലുള്ളത്. ഓക്കെ. ദെൻ Mary Wollstonecraft emphasized the equal rights of women. Hannah Arendt examined the nature of both Nazism and Stalinism in The Origins of Totalitarianism. Antonio Gramsci wrote the famous book on People's Democratic Dictatorship. Franz Fanon wrote the famous book Black Skin and White Mask. In his famous book Politics Among Nations, Aristotle advocated a system of mixed government. ഇതിന്റെ ആൻസർ ഏതാ വരാം? ഇത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരു ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യും, പക്ഷെ ഇറ്റ്സ് വെരി ഈസി. അതായത് ഇതിൽ തന്നെ ഇതിന്റെ ആൻസർ നമുക്ക് ഈസിലി കണ്ടെത്താൻ പറ്റുന്ന ഒരു സെന്റൻസ് ഉണ്ട്. ഓക്കെ. ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വരിക. ഇതിൽ നമുക്കറിയാം പൊളിറ്റിക്സ് എമംഗ് നേഷൻസ് എന്നുള്ള വർക്ക് ഈയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. പൊളിറ്റിക്സ് എമംഗ് നേഷൻസ് ആരുടെ വർക്കാണ്? ക്യാൻ എനിവൺ സേ? ആരാണ് പൊളിറ്റിക്സ് എമംഗ് നാഷൻസ് എഴുതിയിട്ടുള്ളത്? IROയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വർക്കാണ്. ആരാണ്? ആർക്കും അറിയില്ല. ലിറ്റിൽ ബിറ്റ് ലൗഡർ. ഹാൻസ് ജെ മോർഗൻത്യൂ. യെസ്. മോർഗൻതോന്റെ വർക്കാണ് പൊളിറ്റിക്സ് എമംഗ് നാഷൻസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കാണ്. ക്ലാസിക്കൽ റിയലിസത്തിൽ വരുന്ന ഒരു മാഗ്നം ഓപ്പസ് വർക്കാണ് ഈ പൊളിറ്റിക്സ് എമംഗ് നാഷൻസ്. അതിൽ 6 പ്രിൻസിപ്പിൾസ് ഓഫ് റിയലിസം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അത് അരിസ്റ്റോട്ടിലാണ് പറഞ്ഞത് എന്നാണ് 5th സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അപ്പോൾ ഈസിലി അതിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഓപ്ഷൻ സി എന്താ പറയുന്നത്? അന്റോണിയോ ഗ്രാംഷി റോട്ട് ഫേമസ് ബുക്ക് ഓൺ പീപ്പിൾസ് ഡെമോക്രാറ്റിക് ഡിക്റ്റേറ്റർഷിപ്പ്. ഗ്രാംഷിയുടെ വർക്കല്ല ഈ ഒരു പീപ്പിൾസ് ഡെമോക്രാറ്റിക് ഡിക്റ്റേറ്റർഷിപ്പ്, അത് മാവോ സെദുങ്ങിന്റെ വർക്കാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ 2 സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്താൽ ബാക്കിയുള്ളത് ഈസിലി കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. ദെൻ ഹു കോയിനഡ് ദ ടേം ഡീപ് എക്കോളജി? ആർനെ നൈസ്, കരോളിൻ മെർച്ചന്റ്, റൈക്കൽ കാർസൺ, മുറേ ബുക്ചിൻ. ഡീപ് എക്കോളജി എന്നുള്ള ടേം ആരാണ് കോയിൻ ചെയ്തത്?
യെസ്, ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് വരിക. അർണനൈസ് എന്നുള്ള സ്കോളറാണ് ഡീപ്പ് എക്കോളജി എന്നുള്ള ടേം കോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അവരാണ് ഈ ഒരു ഡീപ്പ് എക്കോളജി അതേപോലെ ഷാലോ എക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഡിഫറൻസിനെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇവരാണ് പ്രധാനപ്പെട്ട ഒരു നോർവീജിയൻ ഫിലോസഫറാണ്. പിന്നെ ഇവരുടെ ഈ ഒരു ഡീപ്പ് എക്കോളജി എന്നുള്ള വർക്ക് എന്താണ്, ആശയം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഡീപ്പ് എക്കോളജി എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീം ഫോം ഓഫ് എക്കോസെൻട്രിസ് ആണ്. അതായത് ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ജനങ്ങളുടെ മെച്ചത്തിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ആരുടെ വാദം? ഷാലോ എക്കോളജിസ്റ്റുകളുടെ വാദം. അതായത് ഒരു റിഫോമിസ്റ്റ് എക്കോളജി എന്നൊക്കെ പറയുന്നത് ഒരു മയത്തിലുള്ള ഒരു വാദം, അത്ര സ്ട്രോങ് അല്ല. ഡീപ്പ് എക്കോളജി എന്ന് പറയുന്നത് ഈ ഒരു ഹ്യൂമൻ ബീങ്സിനല്ല കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതായത് ആന്ത്രോപ്പോ സെൻട്രിക്കുള്ള അപ്രോച്ച് അല്ല വേണ്ടത്, മറിച്ച് എക്കോ സെൻട്രിക് ആയിട്ടുള്ള അപ്രോച്ചാണ്. എർത്ത് എന്ന് പറയുന്നതിന് പ്രൈമസി ഉണ്ട്, അതിനാണ് പ്രാധാന്യം. ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് വൺ ഓഫ് ദി മെനി തിങ്സ് ഇൻ ദ എർത്ത്. അതായത് വ്യത്യസ്ത വസ്തുക്കളിൽ നിന്ന് ഒരു വസ്തു മാത്രമാണ് ഹ്യൂമൻ ബീങ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എർത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും വാല്യൂ ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു ആന്ത്രോപ്പോസെൻട്രിക് ആയിട്ട് ഹ്യൂമൻ സെന്റേർഡ് ആയിട്ടുള്ള അപ്രോച്ചുകൾ ഒഴിവാക്കണം എന്നുള്ളതാണ് ഇവർ ഡീപ്പ് എക്കോളജിസ്റ്റുകൾ വാദിക്കുക. ഓക്കെ, then correct statement regarding elite theory. Robert Dahl advocated the concept of polyarchical democracy. John Plemnitz argued that if the will of the people is a myth, then will of the minority is also belongs to the same category. Gaetano Mosca advocated the idea of elite theory in his classical work, The Political Parties. Robert Michels advocated the idea of iron law of oligarchy. C. Wright Mills advocated in his idea of elite power in his book, The Managerial Revolution. ഇതിൽ എലീറ്റ് തിയറി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്? ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് വരിക. ഇതിൽ റോബർട്ട് ഡാലിന്റെ ഇത് നോട്ട് ചെയ്ത് നോക്കുക. റോബർട്ട് ഡാലിന്റെ കോൺസെപ്റ്റ് ആണ് എന്ത്? പോളിയാർക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഡെമോക്രസി അല്ലെങ്കിൽ പോളിയാർക്കൽ ഡെമോക്രസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. അതായത് ഈ ഡെമോക്രസിയിലുള്ള ഡിഫറെന്റ് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഒരു എക്സിസ്റ്റൻസിനെയാണ് ഈ ഒരു പോളിയാർക്കി സൂചിപ്പിക്കുന്നത്. ദെൻ ജോൺ പ്ലെമിനസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്കോളറിന്റെ സെന്റൻസ് ആണ് ഇഫ് ദ വിൽ ഓഫ് ദ പീപ്പിൾ ഈസ് എ മിത്ത്, ദെൻ വിൽ ഓഫ് ദ മൈനോറിറ്റി ഓൾസോ ബിലോങ്സ് ടു ദ സെയിം കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മോസ്കാന്റെ വർക്കല്ലേ ഇത്, ദ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ളത് റോബർട്ട് മിഷേൽസിന്റെ പുസ്തകമാണ്, ഗൈറ്റനോ മോസ്കയുടേതല്ല. ഇദ്ദേഹത്തിന്റെ മോസ്കാന്റെ ഒരു ഫേമസ് വർക്ക് ദ റൂളിംഗ് ക്ലാസ് എന്നുള്ളതാണ്. പിന്നെ മിഷേൽസിന്റെ ആശയമാണ് എന്ത്? അയൺ ലോ ഓഫ് ഒളിഗാർക്കി എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ഏതൊരു ഓർഗനൈസേഷനിലും അല്ലെങ്കിൽ ഏതൊരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിലും അവിടെ എത്ര ഡെമോക്രസി ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും ലാസ്റ്റ് എന്താവും? ആ ഡെമോക്രസിയിലുള്ള അധികാരമൊക്കെ അതോറിറ്റിയൊക്കെ ഒരു എലീറ്റ് ഫ്യൂയിലേക്ക്, ഒരു ചുരുങ്ങിയ വിഭാഗത്തിലേക്ക് മാത്രമായിട്ട് അത് ഒതുങ്ങിപ്പോകുന്നുള്ളതാണ് ഇദ്ദേഹം ഈ ഒരു തിയറിയിലൂടെ വാദിക്കുന്നത്. ദെൻ സി റൈറ്റ് മിൽസിന്റെ പുസ്തകമല്ല മാനേജറിയൽ റവല്യൂഷൻ, ജെയിംസ് ബേൺഹാം എന്നുള്ള സ്കോളറുടേതാണ്. സി റൈറ്റ് മിൽസിന്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക് പവർ എലീറ്റ് എന്നുള്ളതാണ്. ഓക്കെ, പ്ലെമിനാറ്റ്സിന്റെ സ്റ്റേറ്റ്മെന്റ് ഉദ്ദേശിക്കുന്നത് വിൽ ഓഫ് ദ പീപ്പിൾ ഈസ് എ മിത്ത്. അതായത് വിൽ ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്നത് ഒരു മിത്തായിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെജോറിറ്റി ആശയമാണല്ലേ വിൽ ഓഫ് ദ പീപ്പിൾ എന്നുള്ളത്. ഇപ്പം ജനറൽ വില്ല് എന്നൊക്കെ പറഞ്ഞിട്ട് റൂൾസ് അവതരിപ്പിക്കുന്നുണ്ട്. അതായത് ഒരു ബ്രോഡ് ആയിട്ടുള്ള എല്ലാവരും കലക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വിൽ ഓഫ് ദ പീപ്പിൾ എന്നുള്ളത്. അതിനൊരു മിത്തായിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് മെജോറിറ്റി എന്നുള്ള ഒരു ആശയത്തിനെ, മെജോറിറ്റി ആയിട്ട് പീപ്പിൾ എടുക്കുന്ന ഒരു ആശയത്തിനെ അതൊരു മിത്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വിൽ ഓഫ് ദ മൈനോറിറ്റി എന്ന് പറയുന്ന ഒരു കാറ്റഗറി അങ്ങനെ ഉണ്ടാവില്ല, അതും മിത്തായിട്ടാണ് വരിക. അതായത് ഈ മെജോറിറ്റി മൈനോറിറ്റി എന്നുള്ള ആ ഒരു ഡിസ്കോഴ്സിൽ വരുമ്പം കൂടുതൽ ജനങ്ങളുടെ വില്ല് എന്ന് പറയുന്നത്, അതായത് വിൽ ഓഫ് ദ പീപ്പിൾ എന്നുള്ളതിനെ മെജോറിറ്റി എന്നുള്ളതിനെ ഒരു മിത്തായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ മൈനോറിറ്റി എന്നുള്ളതിനും അതേ കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്തേണ്ടി വരുന്ന പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അത് ജസ്റ്റ് അദ്ദേഹത്തിന്റെ ഈ ഒരു ഡിസ്കോഴ്സിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് വിൽ ഓഫ് ദ പീപ്പിളിനെ ചില സ്കോളേഴ്സ് എന്ത് പറഞ്ഞിട്ടുണ്ട്, ഈ വിൽ ഓഫ് ദ പീപ്പിൾ അല്ലെങ്കിൽ മെജോറിറ്റി എടുക്കുന്ന ഡിസിഷൻ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിലൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അതൊരു മിത്താണെന്നുള്ളതിനെ ക്രിട്ടിസൈസ് ചെയ്ത് പറഞ്ഞപ്പം അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം ഉപയോഗിക്കുന്നത്.
Okay. Then പൊളിറ്റിക്കൽ ഐഡിയാസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണോ എന്നുള്ളത് നോക്കുക. ജോൺ ലോക്ക് ചാമ്പ്യൻഡ് ദ കോസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ്. മോണ്ടസ്ക്യൂ പ്രപ്പോസ്ഡ് എ സിസ്റ്റം ഓഫ് ചെക്സ് ആൻഡ് ബാലൻസസ് ഇൻ ദ ഫോം ഓഫ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് which became the important feature of British Constitution. Jeremy Bentham developed his idea of utilitarianism. J.S. Mill argued for broadening of popular participation with inclusion of women. Thomas Hobbes discussed the grounds of political obligation in his work, Philosophy of Right. ഏതാണ് വരിക? ഓക്കെ, ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് വരിക. അതായത് ACD എന്നുള്ളത് റൈറ്റ് ആണ്. ഈ ഏതാ പറയുന്നത്? തോമസ് ഹോബ്സ് ഡിസ്കസ്ഡ് പൊളിറ്റിക്കൽ ഒബ്ലിഗേഷൻ. ഫിലോസഫി ഓഫ് റൈറ്റ് എന്നുള്ള വർക്കിൽ തോമസ് ഹോബ്സ് പൊളിറ്റിക്കൽ ഒബ്ലിഗേഷനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. തോമസ് ഹോബ്സ് അദ്ദേഹത്തിന്റെ ഈ ഒരു പൊളിറ്റിക്കൽ ഒബ്ലിഗേഷനും സോവറിനിറ്റിയെ കുറിച്ചും മറ്റൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് ലേവിയാദനിലാണ്. ലേവിയാദൻ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ്. പിന്നെ ഈ ഒരു ഫിലോസഫി ഓഫ് റൈറ്റ് എന്നുള്ള വർക്ക് എഴുതിയിട്ടുള്ളത് ഹോബ്സ് അല്ല, ഹെഗലാണ്. ഓക്കെ, ഹെഗലിന്റെ വർക്കാണത്. ദെൻ ഇതില് ഓപ്ഷൻ ബി മോണ്ടസ്ക്യൂ എന്ന് പറയുന്ന സ്കോളർ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്നുള്ള ഒരു ആശയം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് കറക്റ്റാണ്. പക്ഷേ ആ ഒരു ആശയം പിന്നീട് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ ആയി എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. എന്നാൽ മോണ്ടസ്ക്യൂ ഈ ഒരു ആശയത്തിനെ പ്രധാനമായിട്ട് അദ്ദേഹത്തിനെ ഇൻസ്പയർഡ് ചെയ്തിട്ടുള്ളത് ഇംഗ്ലീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇംഗ്ലീഷ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ആശയങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സെപ്പറേഷൻ ഓഫ് പവർ എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു ചെക്ക് ആൻഡ് ബാലൻസ് സിസ്റ്റത്തിന് അദ്ദേഹം പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. പിന്നീട് അത് ലോകത്തുള്ള പല കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡിങ് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ അത് റിഫ്ലക്ട് ചെയ്യും. US-ന്റെ ഭാഗമായിട്ട്, ഇന്ത്യന്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ എറർ വന്നിട്ടുള്ളതാണ്. ബാക്കിയുള്ളതൊക്കെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ജെറമി ബാന്ത് എന്ന് പറയുന്നത് യൂട്ടിലിറ്റേറിയനിസത്തിന്റെ ഫാദർ ആണ്. അപ്പൊ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിന്റെ തിയറി, അതിന്റെ പ്രിൻസിപ്പിള്, അതിന്റെ ഹെഡോണിസ്റ്റിക് കാൽക്കുലസ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു അരിത്തമെറ്റിക് ആയിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് പ്ലഷർ ആൻഡ് പെയിൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള വാദവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ ബുക്സ് ആൻഡ് ഓതേഴ്സ് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എ തിയറി ഓഫ് ജസ്റ്റിസ്, ഫിലോസഫി ഓഫ് റൈറ്റ്, ടുവാർഡ്സ് എ റേഷണൽ സൊസൈറ്റി, സ്റ്റേറ്റ് ആൻഡ് റവല്യൂഷൻ. ജോൺ റോൾസ്, ജോർഗൻ ഹെബർമസ്, ലെനിൻ, ഹെഗൽ. ഏതാ വരാം? യെസ്, ഇതിന്റെ ഓപ്ഷൻ ഡി ആണ് വരിക. തിയറി ഓഫ് ജസ്റ്റിസ് ജോൺ റോൾസിൻ്റെതാണ്. ഫിലോസഫി ഓഫ് റൈറ്റ് ഹെഗലിൻ്റെതാണ്. ടുവാർഡ്സ് എ റേഷണൽ സൊസൈറ്റി ഹെബർമാസിൻ്റെതാണ്. സ്റ്റേറ്റ് ആൻഡ് റവല്യൂഷൻ ലെനിൻ്റെതാണ്. ഓക്കെ, ഇതുകൂടാതെ ഈ തിങ്കേഴ്സിന്റെ ഒക്കെ മറ്റു വർക്കുകൾ കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ദെൻ കൺസ്ട്രക്റ്റിവിസ്റ്റ് ആർഗ്യുമെന്റ് ഓൺ ഡെമോക്രസി. ഡെമോക്രസിയെ കുറിച്ചിട്ട് കൺസ്ട്രക്റ്റിവിസ്റ്റ് തിങ്കേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് രൂപത്തിലായിരിക്കും? അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് വരിക? കൺസ്ട്രക്റ്റിവിസ്റ്റ് ആർഗ്യുമെന്റ് ട്രീറ്റ്സ് കൾച്ചർ ആസ് സംതിങ് ദാറ്റ് ഈസ് ഒബ്ജക്റ്റീവ് ആൻഡ് ഇൻഹെറിറ്റഡ്. Constructivist argument states that culture exists prior to and remains unchanged by political interaction. Constructivist argument treats culture as something that is constructed or invented rather than inherited. Constructivist argument claims that culture has a causal effect. ഇതിൽ ഡെമോക്രസിയെ കുറിച്ചിട്ട് കൺസ്ട്രക്റ്റിവിസ്റ്റുകൾ വാദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് രൂപത്തിലാണ് ഉണ്ടാവുക?
യാ, ഇതിന്റെ റൈറ്റ് ആൻസർ സി ആണ് വരിക. ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? കൺസ്ട്രക്റ്റിവിസ്റ്റ് എന്താണെന്നുള്ള നമുക്ക് കൺസ്ട്രക്റ്റിവിസം എന്നുള്ള ഒരു ആശയം, ഒരു ഡോക്ടറിന് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും IR വരുന്നൊരു ആശയമാണ്. പക്ഷെ അത് IR മാത്രമല്ല, അതൊരു പേഴ്സ്പെക്റ്റീവ് ആയിട്ട് ഇപ്പം സോഷ്യൽ സയൻസിലുള്ള സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ് സ്കോളേഴ്സ് ഒക്കെ ഈ ഒരു പേഴ്സ്പെക്റ്റീവ് എടുക്കാറുണ്ട്. അപ്പൊ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത് പ്രൈമറിലി അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യം, ലോകത്തുള്ള ഒരു കാര്യം എന്തല്ല ഒബ്ജക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഹെറിറ്റഡ് ആയിട്ട് ഉള്ള ഒരു കാര്യമല്ല, സംതിങ് ദാറ്റ് ഈസ് ഓൾറെഡി ഗിവൺ, അങ്ങനെയല്ല ലോകത്തുള്ളത്. മറിച്ച് അത് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ്. ഇൻഹെറിറ്റഡ് അല്ല, അത് കൺസ്ട്രക്റ്റഡ് ആണ്, ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അപ്പൊ ഓരോ കാര്യങ്ങൾ എടുക്കുമ്പോൾ ഇപ്പം ഇന്ത്യയിൽ ഇപ്പൊ ഡെമോക്രസി എന്ന് പറയുന്നത് ഇന്ത്യന്റെ ഒരു നാച്ചുറലി ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള ഒരു സിസ്റ്റം ആണെന്ന് ഒരാൾ വാദിച്ചാൽ, കൺസ്ട്രക്റ്റിവിസ്റ്റുകൾ പറയുന്നതാണ് അതല്ല, കൃത്യമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട്, ഹിസ്റ്റോറിക്കൽ റീസൺസ് ഉണ്ട്, പൊളിറ്റിക്കൽ റീസൺസ് കാര്യങ്ങളൊക്കെ അതിനുണ്ട് എന്നുള്ളതാണ് അവർ വാദിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ കൺസ്ട്രക്റ്റിവിസ്റ്റുകളെ സംബന്ധിച്ച് ഈ ഒരു ഇൻഹെറിറ്റ് നേച്ചർ അല്ലാത്തത് കൊണ്ട്, ഒബ്ജക്റ്റീവ് നേച്ചർ അല്ലാത്തത് കൊണ്ട് എല്ലാ കാര്യങ്ങളും, എല്ലാ ഫിനോമിനും ഇറ്റ്സ് സബ്ജക്ട് ടു ചേഞ്ച്. അതൊരിക്കലും എല്ലാ കാലത്തും സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്നതല്ല, അത് മാറും. ഈ ഒരു മീനിങ് എന്ന് പറയുന്നത് അടക്കം മാറും. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇന്ന് ഉപയോഗിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ചില വേർഡ് ഉപയോഗിക്കുമ്പോൾ പറയല്ലോ, മുൻകാലത്ത് നമ്മളിപ്പോ ചില ടേംസ് ഉപയോഗിക്കുന്നത് പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കും, എന്നാൽ ഇന്ന് അത് ഉപയോഗിക്കുമ്പോൾ എന്തായിരിക്കും, പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പൊ ആ രൂപത്തിൽ, അതായത് ചില വാക്കുകളുടെ മീനിങ് മാറുന്നത് പോലെ ഈ ലോകത്തുള്ള എല്ലാ ഫിനോമിനും, അതിപ്പോ ഏത് സിസ്റ്റം ആയാലും ഏത് രൂപത്തിൽ സ്ട്രക്ചർ ആയാലും, അത് ഇറ്റ്സ് നോട്ട് ഓൾറെഡി ഗിവൺ അല്ലെങ്കിൽ ഇൻഹെറിറ്റഡ് ആയിട്ടുള്ളതല്ല, മറിച്ച് അത് റിമെയിൻസ് ടു അല്ലെങ്കിൽ സബ്ജക്ട് ടു ചേഞ്ച് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതാണ് കൺസ്ട്രക്റ്റിവിസത്തിന്റെ ഒരു ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. The book Capitalism, Socialism and Democracy is authored by Joseph Schumpeter, Samuel Huntington, A.G. Frank, Joseph Lapalongara. ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് ഡെമോക്രസി ആരുടെ വർക്കാണ്? ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ആണ് വരിക, ജോസഫ് ഷുംപീറ്ററുടെ വർക്കാണ്. അത് നോട്ട് ചെയ്ത് വെക്കുക. വാട്ട് ഈസ് ദ മെയിൻ ആർഗ്യുമെന്റ് ഓഫ് ഫിലോസഫിക്കൽ അനാർക്കിസം? ഫിലോസഫിക്കൽ അനാർക്കിസം ഇതിൽ ഏതാണ് വാദിക്കുക? That no state should exist, that no state in fact has authority, that arguments for philosophical anarchism are opposed to liberal principles, that all states should exist in mutual cooperation and harmony. ഫിലോസഫിക്കൽ അനാർക്കിസം എന്ന് പറയുന്ന ഒരു ഡോക്ടറിൻ, അത് എന്തിനു വേണ്ടിയിട്ടാണ് ആർഗ്യൂ ചെയ്യുന്നത്? ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് വരിക. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അനാർക്കിസം എന്നുള്ള ഒരു ഡോക്ടറിൻ, ഒരു ഐഡിയോളജി, അത് പ്രധാനമായിട്ടും വാദിക്കുന്നത് എന്താണ്? സ്റ്റേറ്റ് എക്സിസ്റ്റ് ചെയ്യണ്ട എന്നുള്ളൊരു വാദമാണ് അനാർക്കിസത്തിനുള്ളത്. അതായത് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ എക്സിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം ബൈ നേച്ചർ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് റാഷണലി ആക്ട് ചെയ്യാനുള്ള സെൽഫ് സഫിഷ്യൻസി ഉള്ള ഒരു വിഭാഗമായിട്ടാണ് ഹ്യൂമൻ ബീങ്സിനെ അനാർക്കിസ്റ്റുകൾ കാണാം. ഫിലോസഫിക്കൽ അനാർക്കിസം എന്ന് പറയുമ്പം ആ ഒരു ഡോക്ട്രിൻ അത് പൂർണ്ണാർത്ഥത്തിൽ സ്റ്റേറ്റിനെ അബോളിഷ് ചെയ്യാന്നുള്ളതല്ല വാദിക്കുന്നത്, മറിച്ച് ഇൻഡിവിജ്വൽസിന്റെ മുകളിലുള്ള സ്റ്റേറ്റിന്റെ അതോറിറ്റി, അതിലുള്ള ചേഞ്ചസിനെ കുറിച്ചിട്ടാണ് വാദിക്കുന്നത്. അതായത് പൂർണ്ണാർത്ഥത്തിൽ സ്റ്റേറ്റിന് എന്തില്ല, ഇൻഡിവിജ്വൽസിന്റെ പുറത്ത് അതോറിറ്റി ഇല്ല എന്നുള്ളതാണ് അവർ വാദിക്കുന്നത്. സ്റ്റേറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നതിനെ ഫിലോസഫിക്കൽ അനാർക്കിസ്റ്റുകൾ ഒരിക്കലും അതിനെ പൂർണ്ണാർത്ഥത്തിൽ അതിനെ നെഗ്ലക്ട് ചെയ്യൂല എന്നുള്ളതാണ് ഇതിന്റെ ഡിഫറൻസ്. ഓക്കെ, then who among the following thinkers is not associated with feminist theory? Susan Sontag, Caroli Pattman, മാർത്ത നുസ്ബോം, ജുഡിത്ത് ബട്ട്ലർ. ഇതിൽ ഫെമിനിസ്റ്റ് സ്കോളർ അല്ലാത്തത് ആരാന്നുള്ളതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്.
ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് വരിക. സൂസൻ സോന്താഗ് ആണ് ഇതിൽ ഫെമിനിസ്റ്റ് സ്കോളർ അല്ലാത്തത്. ബാക്കി മൂന്നുപേരും ഫെമിനിസ്റ്റുകളാണ്. സൂസൻ സോന്താഗ് എന്ന് പറയുന്നത് ഫെമിനിസം എന്നുള്ള ഒരു ഡിസ്കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നും എഴുതിയിട്ടില്ല. അവർ എസ്തെറ്റിക്സ് മറ്റ് പല ഏരിയാസ് ഒക്കെയാണ് അവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. Then which of the following is not a principle of Nozick's entitlement theory of justice? A principle of transfer, a principle of just initial acquisition, a principle of final acquisition, a principle of rectification of injustice. ഇതിൽ നോസിക്കിന്റെ പ്രിൻസിപ്പിൾ അല്ലാത്തത് ഏതാണ്? ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് വരിക. 3 പ്രിൻസിപ്പിൾസ് ആണ് നോസിക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിൽ ഫൈനൽ അക്യൂസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ പറയുന്നില്ല. 3 പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്? പ്രിൻസിപ്പിൾ ഓഫ് ജസ്റ്റിസ് ഇൻ അക്യൂസിഷൻ, പ്രിൻസിപ്പിൾ ഓഫ് ജസ്റ്റിസ് ഇൻ ട്രാൻസ്ഫർ, പ്രിൻസിപ്പിൾ ഓഫ് റെക്ടിഫിക്കേഷൻ ഓഫ് ഇൻജസ്റ്റിസ്. ഇത് 3ഉം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ്. അത് നോട്ട് ചെയ്ത് വെക്കുക. അദ്ദേഹത്തിന്റെ അനാർക്കി, സ്റ്റേറ്റ് ആൻഡ് ഉട്ടോപ്പിയ എന്നുള്ള വർക്കിലാണ് ഇത് പരിചയപ്പെടുത്തുന്നത്. ഓക്കെ. Which one of the following is not the key element of direct democracy? Referendum, recall, filibustering, plebiscite. ഇതിൽ ഡയറക്റ്റ് ഡെമോക്രസിയുടെ എലമെന്റ് അല്ലാത്തത് ഏതാണ്? ഇറ്റ് ഈസ് ഫിലിബസ്റ്ററിംഗ്. ഫിലിബസ്റ്ററിംഗ് എന്ന് പറയുന്ന ഒരു എലമെന്റ് അത് പൊതുവെ ഒരു പാർലമെന്റിൽ ഉപയോഗിക്കുന്ന ഒരു ടാക്ടിക് ആണ്. അതായത് ഇപ്പൊ അമേരിക്കയിലൊക്കെയാണ് അത് പൊതുവെ ഉപയോഗിക്കാറുള്ളത്. മറ്റു ഡെമോക്രസീസിൽ അത് കാണാൻ പറ്റും. അപ്പൊ അതെന്താന്ന് വെച്ചാൽ ഒരു വിഷയം, ഒരു ബില്ല് അവതരിപ്പിച്ചാൽ ആ ബില്ല് പാസ് ചെയ്യാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അനാവശ്യമായിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് പല ഇറലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് അത് ഒന്നുകിൽ അത് വോട്ട് ചെയ്യുന്നതിൽ നിന്നോ അല്ലെങ്കിൽ ആ ഒരു കാര്യം പാസ് ചെയ്യുന്നതിൽ നിന്നോ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ഡിലേ ആക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ. അതൊരു ടാക്ടിക് ആയിട്ടാണ് ഉപയോഗപ്പെടുത്താറുള്ളത്. Then which of the following concepts are associated with John Rawls? ജോൺ റോൾസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആശയങ്ങൾ, കോൺസെപ്റ്റുകൾ: വീൽ ഓഫ് ഇഗ്നോറൻസ്, പ്രൈമറി സോഷ്യൽ ഗുഡ്സ്, പ്യുവർ പ്രൊസീജറൽ ജസ്റ്റിസ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ജോൺ റോൾസിന്റെ തിയറി ഓഫ് ജസ്റ്റിസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധമില്ലാത്ത സ്റ്റേറ്റ്മെന്റ് കോൺസെപ്റ്റ് ഏതാണ്? ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് വരിക. വീൽ ഓഫ് ഇഗ്നോറൻസ്, പ്രൈമറി സോഷ്യൽ ഗുഡ്സ്, പ്യുവർ പ്രൊസീജറൽ ജസ്റ്റിസ്. ഇത് 3ഉം ജോൺ റോൾസിന്റെ തിയറി ഓഫ് ജസ്റ്റിസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടേംസ് ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഡയറക്ട്ലി ജോൺ റോൾസ് അങ്ങനെ ഒരു കാര്യമായിട്ട് എൻഗേജ് ചെയ്യുന്നില്ല. അത് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലൊക്കെ ഈ ഒരു തിയറി ഓഫ് ഓർഗനൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സെപ്പറേറ്റ് പാർട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ. ഇതിൽ ഓരോ ടേമും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നോട്ട് ചെയ്ത് വെക്കുക. അതുകൂടാതെ അദ്ദേഹം തിയറി ഓഫ് ജസ്റ്റിസിൽ ഉപയോഗിക്കുന്ന വേറെ ചില ടേംസ് ഉണ്ടല്ലോ. അതായത് അതിൽ പറയുന്ന പ്രിൻസിപ്പിൾസ്, അതിന്റെ ലെക്സിക്കൽ ഓർഡർ, പിന്നെ ഒറിജിനൽ പൊസിഷൻ, അങ്ങനെയുള്ള ടേംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് പല പ്രാവശ്യം എക്സാമിൽ വന്നിട്ടുള്ളതാണ്. ഓക്കെ. ദെൻ പോസ്റ്റ് കൊളോണിയലിസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിൽ നോക്കേണ്ടത്. ദർ ആർ differences not only between men and women but also between women from different parts of the world. Factors such as culture, ethnicity, and geographic location are important for understanding marginalization of women. Post-colonial feminism situates historical knowledge of the colonialism with regard to cultural, economic, and political oppression. There is a universal approach to understand subordination of women. The post-colonial feminism is exclusively different from other variants of feminisms. ഇതിൽ പോസ്റ്റ് കൊളോണിയൽ ഫെമിനിസം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഏതാണ്?
ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വരിക. ABC കറക്റ്റ് ആണ്. ഇതിൽ DE എന്താ പറയുന്നത്? യൂണിവേഴ്സൽ അപ്രോച്ച് ടു അണ്ടർസ്റ്റാൻഡ് സബോർഡിനേഷൻ ഓഫ് വുമൻ. അതൊരിക്കലും പോസ്റ്റ് കൊളോണിയൽ ഫെമിനിസ്റ്റുകൾ അംഗീകരിക്കൂല. ലിബറൽ ഫെമിനിസ്റ്റുകൾ ചിലപ്പോൾ അതിനെ വാദിക്കും. അതായത് സ്ത്രീകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, അവരുടെ പ്രശ്നങ്ങളൊക്കെ ഒരു യൂണിവേഴ്സൽ അപ്രോച്ച് ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത്. പോസ്റ്റ് കൊളോണിയൽ ഫെമിനിസം എന്ന് പറയുന്നത് തേർഡ് വേവ് ഫെമിനിസത്തിൽ വരുന്ന ഒരു വേരിയന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ വാദിക്കുക ഒരു യൂണിവേഴ്സൽ അപ്രോച്ച് ഇല്ല. ഓരോ കോണ്ടിനെന്റിലും ഓരോ രാജ്യത്തും ഒരു രാജ്യത്ത് തന്നെ ഉള്ള ഫെമിനിസ്റ്റ് വിമൻ തമ്മിലുള്ള ഡിഫറൻസ് വളരെ വലുതാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരെയും ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ട് ആസ് എ വുമൻ എന്നുള്ള ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ട് അവരുടെ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അത് കഴിയില്ല. അവിടെ കൾച്ചർ, എത്തിനിസിറ്റി, റീജൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണെന്നുള്ളതാണ് ഇവർ വാദിക്കുക. ഓക്കെ, അതേപോലെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ഇറ്റ്സ് എക്സ്ക്ലൂസീവ്ലി ഡിഫറെന്റ് ഫ്രം അതർ വേരിയൻസ്. അതും റോങ് ആണ്. അതായത് പൂർണ്ണാർത്ഥത്തിൽ പോസ്റ്റ് കൊളോണിയൽ ഫെമിനിസം എന്ന് പറഞ്ഞാൽ മറ്റ് വേരിയൻസ് നിന്ന് ഡിഫറെന്റ് അല്ല. അതിലിപ്പോ ചില ഫെമിനിസ്റ്റ് തോട്ടിലുള്ള ജനറൽ ആയിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ സിമിലർ ആയിരിക്കും. ചില ഏരിയാസിൽ മാത്രമേ അതിൽ ഡിഫറൻസസ് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ ഫെമിനിസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളും കോൺസെപ്റ്റുകളും അതിന്റെ തിങ്കേഴ്സും മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എത്തിക്സ് ഓഫ് കെയർ, സെക്ഷൽ പൊളിറ്റിക്സ്, പവർ ഓഫ് ഹൊറർ, എ ക്രീച്ചർ ഫെമിനൈൻ, കേറ്റ് മില്ലറ്റ്, കാരോൾ ഗില്ലിഗൻ, ജൂലിയ ക്രിസ്തെവ, ഹെലോനി സക്സസ്. ഏതാ വരിക? ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് വരിക. എത്തിക്സ് ഓഫ് കെയർ എന്ന് പറഞ്ഞിട്ടുള്ളത് കാരോൾ ഗില്ലിഗന്റെ കോൺസെപ്റ്റ് ആണ്. സെക്ഷൽ പൊളിറ്റിക്സ് എന്നുള്ളത് കേറ്റ് മില്ലറ്റിന്റെ വർക്കാണ്. പവർ ഓഫ് ഹൊറർ ജൂലിയ ക്രിസ്റ്റേവ. ദെൻ എ ക്രീച്ചർ ഫെമിനൈൻ എന്നുള്ളത് ഹെലേനി സക്സസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്കോളറുടേതാണ്. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കുക. അതിൽ ഡിഫറെന്റ് കോൺസെപ്റ്റുകൾ, ഡിഫറെന്റ് മീനിങ്സിനാണ് അഡ്രസ് ചെയ്യുന്നത്. ഇതിൽ ഈ എ ക്രീച്ചർ ഫെമിനൈൻ എന്നുള്ളത് എന്താ വെച്ചാൽ ഫെമിനിസ്റ്റ് റൈറ്റിംഗ് അല്ലെങ്കിൽ ഫെമിനൈൻ റൈറ്റിംഗ് എന്നുള്ള ഒരു ആശയമാണ്. അതായത് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അവർ തന്നെ മുന്നോട്ട് വെച്ചാലാണ് അത് പൂർണ്ണാർത്ഥത്തിൽ കൃത്യമായിട്ട് അതിന്റെ ആ ഒരു ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ പറ്റുക, അതിന്റെ ഒരു ഐഡന്റിറ്റി ലാംഗ്വേജ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ് ഈ ഒരു ആശയം കൊണ്ട് അവർ മുന്നോട്ട് വെക്കുന്നത്. ദ പവർ ഓഫ് ഹൊറർ എന്നുള്ള ക്രിസ്റ്റേവയുടെ വർക്ക് പ്രധാനമായിട്ട് മുന്നോട്ട് വെക്കുന്നത് സൈക്കോളജിക്കൽ കൾച്ചറൽ ഡയമെൻഷൻസ് ഒക്കെ എങ്ങനെയാണ് ഇവരുടെ ഫെമിനിസ്റ്റ് ഡിസ്കോഴ്സിൽ പ്രധാനമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. ദെൻ കേറ്റ് മില്ലറ്റിന്റെ സെക്ഷൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പാട്രിയാർക്കിക്കൽ സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ് പ്രധാനമായിട്ടും അഡ്രസ് ചെയ്തിട്ടുള്ളത്. കാരോൾ ഗില്ലിഗന്റെ എത്തിക്സ് ഓഫ് കെയർ എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇതിന്റെ ഫെമിനിസ്റ്റ് ഡിസ്കോഴ്സിലുള്ള ഡിഫറെന്റ് പ്രിൻസിപ്പിൾസ് തമ്മിൽ, അതായത് ഇപ്പൊ ഈ കെയർ എന്നുള്ള ഒരു റിലേഷനെ എടുത്തിട്ട് അതെങ്ങനെയാണ് അബ്സ്ട്രാക്ട് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഓക്കെ, ലാസ്റ്റ് CUT ചോദിച്ചിട്ടുണ്ട് കേറ്റ് മില്ലറ്റ് സെക്ഷൽ പൊളിറ്റിക്സ് എന്നുള്ള വർക്ക്. അത് മുമ്പും UGC നെറ്റിലൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ബുക്സ്, കോൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ അറ്റ്ലീസ്റ്റ് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് മീനിങ് അറിയില്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, ഒരു തിങ്കറുടേതാണ് ഇന്ന കോൺസെപ്റ്റ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലല്ലോ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ദെൻ chronologically arrange the following books in order of its publication year. Liberty After Freedom, 4 essays on liberty, the Constitution of Liberty, 2 Concepts of Liberty. ലിബർട്ടി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട 4 പുസ്തകങ്ങളാണ്. അതിന്റെ ക്രൊണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വരിക. അത് നോട്ട് ചെയ്ത് വെക്കുക. 2 Concepts ഓഫ് ലിബർട്ടി എന്നുള്ളത് ഐസയ ബെർലിന്റെ വർക്കാണ്. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 Concepts ഓഫ് ലിബർട്ടി കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് ലിബർട്ടിയും പോസിറ്റീവ് ലിബർട്ടിയും ആണ്. 1958 അത് പബ്ലിഷ് ചെയ്തത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ലിബർട്ടി എന്നുള്ളത് ഫെഡറിക് ഹായ്ക്കിൻ്റെതാണ്, നിയോ ലിബറൽ തിങ്കർ. അതിൽ അദ്ദേഹം ഈ ഒരു നിയോ ലിബറൽ ആയിട്ടുള്ള ആശയങ്ങളെ കുറിച്ചൊക്കെ അതിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഓക്കെ, ദെൻ 4 Essays ഓൺ ലിബർട്ടി എന്നുള്ളത്
ഐസിയ ബെർലിന്റെ മറ്റൊരു വർക്കാണ് 69 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ലിബർട്ടി ആഫ്റ്റർ ഫ്രീഡം എന്നുള്ളത് റോഹൻ അൽവ 2022 എഴുതിയിട്ടുള്ള വർക്കാണ്. അത് ഇന്ത്യയിലുള്ള പിന്നെ ആർട്ടിക്കിൾ 21 ഉണ്ടല്ലോ, റൈറ്റ് ടു ലൈഫ്, അതിനെ കുറിച്ചിട്ടുള്ള വർക്കാണ്. ഓക്കെ. Then which among the following sentences are associated with the notion of equality described by Amartya Sen? അമർത്യ സെന്ന് ഈക്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞിട്ടില്ല. അതിന്റെ കറക്റ്റ് ഏതാണ് വരിക? ബേസിക് കാപ്പബിലിറ്റി, that is equality can be the sole guide to the moral good. Morality is not concerned only with equality. Basic capability, that is equality, is a partial guide to the part of moral goodness that is associated with the idea of equality. The index of basic capabilities like utility can be used in many different ways. ഇതിൽ ഏതൊക്കെയാണ് റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരിക? ഓക്കെ, ഇതിന്റെ റൈറ്റ് ആൻസർ ഡി ആണ് വരിക. അതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് പ്രോബ്ലമാറ്റിക്. ബേസിക് കാപ്പബിലിറ്റി എന്ന് പറയുന്നത്, ഈക്വാലിറ്റിനെ ഒരു കാപ്പബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മോറൽ ഗുഡിനുള്ള, മൊറാലിറ്റിക്കുള്ള ഒരേ ഒരു ഗൈഡായിട്ട്, ഒരേ ഒരു ഫീച്ചറായിട്ട് ഈക്വാലിറ്റി ആണ് വരിക എന്നുള്ളത്. അതൊരു എക്സ്ട്രീം സെന്റൻസ് ആണ്. ഒരിക്കലും അങ്ങനെയല്ല. മോറൽ ഗുഡിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡായിട്ട് ഈക്വാലിറ്റി എന്തായാലും വരും, പക്ഷെ അത് മാത്രമാണ് മൊറാലിറ്റിക്കുള്ള ഒരു മാർഗം എന്നുള്ളത് എന്താണ്? അത് എക്സ്ട്രീം സെന്റൻസ് ആണ്, അത് നെഗറ്റീവ് സെന്റൻസ് ആണ്. ഓക്കെ. അമർത്യ സെന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ് ക്യാപ്പബിലിറ്റി അപ്രോച്ച് എന്ന് പറഞ്ഞിട്ട്, അത് എക്കണോമിക്സിലാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. അതൊരു ഈക്വാലിറ്റി, ജസ്റ്റിസ് ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള അപ്രോച്ചാണ് ക്യാപ്പബിലിറ്റി അപ്രോച്ച്. ഇദ്ദേഹത്തിനെ കൂടാതെ മാർത്താൻസ്ബോമും അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ അദ്ദേഹം എന്താണ് പറയുന്നത്? ഈ ക്യാപ്പബിലിറ്റി അപ്രോച്ചിലൂടെ ഹ്യൂമൻ ബീങ്സിന്റെ ഒരു ഓവറോൾ ഡെവലപ്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ജസ്റ്റ് ഇൻകം കിട്ടി, വെൽത്ത് കിട്ടി, റിസോഴ്സ് കിട്ടി എന്നത് കൊണ്ട് ഒരാളുടെ കാപ്പബിലിറ്റി, അതായത് ഒരാളുടെ ഈക്വാലിറ്റി, ജസ്റ്റിസ് ഡെലിവർ ചെയ്യപ്പെടുന്നില്ല. അപ്പം ഈക്വാലിറ്റി ഓഫ് റിസോഴ്സസ് എന്നുള്ള വർക്കിൽ റൊണാൾഡ് ഡോർക്കിന് അതിന്റെ മുന്നേ എന്ത് പറയുന്നുണ്ട്? റിസോഴ്സ് ഈക്വാലിറ്റേറിയനിസം കൊണ്ടുവന്നാൽ ഈ റിസോഴ്സുകളൊക്കെ കൃത്യമായിട്ട് സൊസൈറ്റിയിൽ വീതിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈക്വാലിറ്റി കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് സെന്ന് മുന്നോട്ട് വെക്കുന്നത് എന്താണ്? ക്യാപ്പബിലിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഈക്വാലിറ്റി ഓഫ് റിസോഴ്സസ് അല്ല, മറിച്ച് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കാപ്പബിലിറ്റി സൊസൈറ്റിയിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റണം. അത് ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച് ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. ഇനി ഇദ്ദേഹത്തിന്റെ 2 പുസ്തകങ്ങളാണ് ഫേമസ് ആയിട്ടുള്ള ഇനീക്വാലിറ്റി റീ എക്സാമിനഡ്, അതേപോലെ ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം എന്നുള്ളത്. Then the socialist movement developed in France in the form of syndicalism. Statement 1. Statement 2. Syndicalism rejects the idea of class struggle. ഇതിൽ 2 സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് റൈറ്റ് വരിക? ഇതിന്റെ റൈറ്റ് ആൻസർ സി ആണ് വരിക. സ്റ്റേറ്റ്മെന്റ് 1 എന്നുള്ളത് കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് 2 ഇൻകറക്റ്റ് ആണ്. സിൻഡിക്കലിസം എന്ന് പറയുന്നത് എന്താണ്? സോഷ്യലിസത്തിൽ വരുന്ന ഒരു വേരിയന്റ് ആണ് സിൻഡിക്കലിസം. അപ്പൊ സിൻഡിക്കലിസം എന്ന് പറയുന്നത് ലേബർ യൂണിയൻസ്, ട്രേഡ് യൂണിയൻസ് ഒക്കെ ചേർന്നിട്ട് ഒരു റെവല്യൂഷൻ കൊണ്ടുവരാന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരൊരിക്കലും എന്ത് പറയുന്നില്ല, ക്ലാസ് സ്ട്രഗിളിനെ റിജക്ട് ചെയ്യുന്നില്ല. ക്ലാസ് സ്ട്രഗിൾ ഈസ് ഇന്നെവിറ്റബിൾ. പക്ഷെ അത് മറ്റ് വേരിയൻസ് ഒക്കെ പറയുന്നത് പോലെ ഒരു വയലന്റ് സ്ട്രഗിളിലൂടെ കൊണ്ടുവരാന്നുള്ളതല്ല, മറിച്ച് വർക്കേഴ്സ് കൺട്രോൾ ഓഫ് യൂണിയൻസ് എന്നുള്ളതാണ്. അതായത് ഈ ഒരു സിസ്റ്റത്തിന് വർക്കേഴ്സ് കൺട്രോൾ ഓഫ് ഇൻഡസ്ട്രീസ് കാര്യങ്ങളൊക്കെ ക്യാപിറ്റലിസ്റ്റുകളിൽ നിന്ന് വർക്കിംഗ് ക്ലാസ് പീപ്പിള് അത് കൺട്രോൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതിലൂടെ ഒരു ചേഞ്ച്, ഒരു സോഷ്യലിസ്റ്റ് സൊസൈറ്റിയിലേക്കുള്ള ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് സ്പെയിനിലും നോർത്ത് അമേരിക്കയിലൊക്കെയാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് അത് ഫ്രാൻസിലേക്ക് വരുന്നുണ്ട്. 19th 20th സെഞ്ചുറിയിലൊക്കെ ഫ്രാൻസിൽ ജനറൽ കോൺഫെഡറേഷൻ ഓഫ് ലേബർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സിൻഡിക്കലിസ്റ്റ് അസോസിയേഷൻസ് ഉണ്ടായിരുന്നു. Which among the following thinkers hold the view that liberty is destroyed because the propertied classes possess the power to dominate others? Rousseau, Marx, John Locke, Engels.
ഇതിന്റെ റൈറ്റ് ആൻസർ സി ആണ് വരിക. റൂസോ, മാർക്സ്, എംഗൽസ്. ലോക്ക് എന്തായാലും ലിബർട്ടിക്ക് എതിരായിട്ട് പറയില്ല. റൂസോ ലിബർട്ടിക്ക് എതിരായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഡിസ്കോഴ്സ് ഓൺ ഇനീക്വാലിറ്റി എന്നുള്ള വർക്കിൽ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ക്ലാസ് എങ്ങനെയാണ് ഡോമിനേറ്റ് ചെയ്യുന്നതെന്നുള്ളതും അതെങ്ങനെയാണ് ലിബർട്ടിയെ ഹനിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വാദങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ദെൻ ഒബിയസ്ലി മാർക്സും എംഗൽസും അവരുടെ വർക്കുകളിലൂടെ ഒക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് തന്നെയാണ്. ഓക്കെ, then who among the following has used the terms internal restriction and external restriction in the discourse of multiculturalism? ബിക്കു പരേഖ്, വിൽ കിംലിക്ക, സൂസൻ മുള്ളറോക്കിൻ, ബ്രാൻ ബെറി. ഇതിന്റെ റൈറ്റ് ആൻസർ വിൽ കിംലിക്കാണ് വരിക. അത് നോട്ട് ചെയ്ത് വെക്കുക. അദ്ദേഹത്തിന്റെ മൾട്ടി കൾച്ചറൽസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വർക്ക് ഉണ്ട്, മൾട്ടി കൾച്ചറൽ സിറ്റിസൺഷിപ്പ്, ദ ലിബറൽ തിയറി ഓഫ് മൈനോറിറ്റി റൈറ്റ്സ്. അതിലാണ് ഈ ഒരു ഡിസ്ട്രിക്ഷൻ അദ്ദേഹം റിസ്ട്രിക്ഷനെ കുറിച്ചിട്ട് സംസാരിക്കുന്നത്. ഓക്കെ, then who said justice is the first virtue of social institutions? Aristotle, John Rawls, Andrea Dworkin, Mackinnon. എല്ലാ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഓരോ വേർച്യൂ ഉണ്ടാവും. അപ്പം ജസ്റ്റിസ് എന്നുള്ളതാണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫസ്റ്റ് വേർച്യൂ എന്ന് പറയുന്നത്. ഇത് ജോൺ റോൾസിന്റെ തിയറി ഓഫ് ജസ്റ്റിസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ജോൺ റോൾസിന്റെ തിയറി ഓഫ് ജസ്റ്റിസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിലുള്ള കോൺസെപ്റ്റുകൾ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, അത് നോട്ട് ചെയ്ത് വെക്കുക. അതിന്റെ ലെക്സിക്കൽ ഓർഡർ, അദ്ദേഹം ഏത് പ്രിൻസിപ്പിളിലാണ് ആദ്യം പ്രാധാന്യം കൊടുക്കുന്നത്? ഈക്വൽ ലിബർട്ടി പ്രിൻസിപ്പിൾസ്, ദെൻ ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി പ്രിൻസിപ്പിൾ, ദെൻ ഡിഫറൻസിപ്പിൾസ്. ആ ഒരു ഓർഡറിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കാരണം അദ്ദേഹം ബേസിക്കലി ഒരു ലിബറൽ തിങ്കർ ആണ്. അതുകൊണ്ട് തന്നെ ലിബർട്ടി എന്നുള്ളതിന്, ഈക്വൽ ലിബർട്ടി എന്നുള്ളതിനാണ് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ.